നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടായി പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ദൈവസ്നേഹത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ആലയത്തിൽ അവിടുത്തെ വലിയ സാന്നിധ്യം ഈ സമയം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിഹിയോൻ മാളികയിൽ ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തലന്മാരുടെ മധ്യേ ഇറങ്ങി വസിച്ച ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, പുത്തൻ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് ഈ അൾത്താരയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്കുണ്ടാകാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഉടമ്പടി ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും സൗഖ്യത്തിന്റെയും ദൈവാനുഭവത്തിന്റെയും ദൈവസാന്നിധ്യത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ഉച്ചത്തിലേക്ക്
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങൾ മൗനമായി ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ദൈവിക വെളിപാടിന്റെയും ദൈവ സാന്നിധ്യത്തിന്റെയും അഭിഷേകത്തിന്റെയും സൗഖ്യത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കർത്താവേ, ഉടമ്പടി ആരാധനയെ ദൈവപിതാവ് ഒരു ഉപകരണമാക്കി എടുക്കണമേ എന്നും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും സന്തോഷത്തോടെ ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക അനുഭവശാസ്ത്രത്തിലെ അനേകം കാലാവസ്ഥകളുണ്ട്. നമ്മുടെ ഭൂമിയിലുള്ള കാലാവസ്ഥകളില്ലേ, മഞ്ഞ്, മഴ, പ്രളയം, വേനൽ, ചൂട്, എരിച്ചിൽ, പുകച്ചിൽ, ഇതുപോലെയുള്ള കാലാവസ്ഥകൾ ആധ്യാത്മികമായ അനുഭവ മേഖലയിലുമുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മാസ്റ്റർ ചെയ്യണത്? ഈ ഒരു കാലഘട്ടത്തിലൂടെ പോയാൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ചില സമയത്ത് നമുക്ക് വിശ്വാസം പൂർണ്ണമായിട്ടും പോവുകയും ദൈവത്തെ അനുഭവിക്കാൻ പറ്റാതിരിക്കുകയും ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സമയമുണ്ടാകും. എത്ര വിശ്വാസികളായാലും ഈ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാതെ വിശ്വാസത്തിൽ തുടരാൻ പറ്റത്തില്ല. ദൈവം ഉണ്ടോ? ഇതൊക്കെ ചുമ്മാ പറയണതാണോ? അതൊരു റാഷണലിസ്റ്റുകളുടെ നിഗമനമാണ് ശരി? നമ്മൾക്ക് ഒരു അനുഭവം കിട്ടാത്തിടത്തോളം കാലം നിങ്ങളുടെ ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല. ഇപ്പം നമ്മളൊരു എന്തെങ്കിലും സാധനങ്ങൾ കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ആയാലും, അപ്പോൾ നമ്മളത് വാങ്ങിക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെങ്കിൽ ടെസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ബൾബായാലും ശരി, ടോർച്ചായാലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറ, ടെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് സത്യമാണ്, നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി, റെഡി ടു യൂസ്. ടെസ്റ്റഡ് എന്ന് വെച്ചാൽ റെഡി ടു യൂസ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ്. നിങ്ങൾക്കൊരു ദൈവാനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല. ഫെയ്ത്ത് ടെസ്റ്റഡ് ഫെയ്ത്ത് ആകുമ്പോൾ നമുക്ക് എന്താ പറയണത്?
റിലേ ചെയ്യാൻ പറ്റും. പണ്ട് ഇപ്പോഴൊക്കെ പാലം പണിയെ കണ്ടിട്ടില്ലേ? ഇപ്പോഴൊക്കെ 1000 ടൺ വെയിറ്റുള്ള വണ്ടി കയറിപ്പോകാൻ വേണ്ടി മാത്രം സിമൻറ്റും കമ്പിയും അതിൻ്റെ കേജും അതിൻ്റെ സിമൻറ്റും അതിൻ്റെ കുഴയും ഒക്കെ അതിൻ്റെ ഒരു കിലോനെ മറ്റേ എടുത്ത് കമ്പ്യൂട്ടറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ കാണിക്കും ഇത് ഓക്കെയാണ് എന്ന് പറയുന്നത്. പണ്ടങ്ങനെ നമുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് പാലങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നത്. ഇപ്പോൾ എല്ലാം ടെസ്റ്റഡാണ്. കമ്പി കയറ്റി അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ കാണിക്കും എത്ര കൊല്ലം വരെ ഈ പാലം നിൽക്കും, എന്തുമാത്രം ടൺ ഭാരങ്ങൾ കയറ്റി ഇറക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം പാലം പണിയുന്ന മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ കുഴയുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും. പണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രാജാക്കന്മാരുടെ കാലത്ത് പണിത പാലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ ടെസ്റ്റ് ചെയ്തിരിക്കണത്? രാജാക്കന്മാരെല്ലാം ആനകളെ കൊണ്ടാണ് ജീവിക്കണത്. ഇപ്പോൾ തന്നെ ഒരു സ്ഥലം നടത്തിയെടുക്കണത് പിടി നടത്തിയെന്ന് പറയാം. അവർ പിടി നടത്തി വെച്ചാൽ പിടി ആനയെ കൊണ്ട് നടത്തിയാണ് ആന നമ്മളത് നമ്മുടെ ഉടമസ്ഥയിലേക്ക് ആക്കി തീർക്കുന്നത്. ഇപ്പം കരം അടക്കാൻ പറ്റുന്ന രീതിയിലാക്കി അതിന് പിടി നടത്തിയെന്നാണ് പറയണത്. ഇതുപോലെ തന്നെ പാലത്തിൻ്റെ കാലവും പാലം ആനയെ കയറ്റിയിറക്കും. ഒരാനയെ കയറ്റിയിറക്കും അതിലൂടെ. എന്നിട്ട് മാത്രമേ പിന്നെ രാജാവ് നടക്കത്തുള്ളൂ. ഇപ്പോൾ എഞ്ചിനീയർമാർ അപ്പുറത്തും ഇപ്പുറത്തും ശ്വാസം അടക്കി നിൽക്കും. പാലം പണിത ആൾക്കാർ ആന കയറുമ്പോൾ എങ്ങാനും പാലം ഇടിഞ്ഞെങ്കിൽ അപ്പം തന്നെ വേറെ വിചാരണമൊന്നുമില്ല, എഞ്ചിനീയറിൻ്റെ തല അപ്പം തന്നെ പോകും. ഈ ജനാധിപത്യ കാലമല്ലല്ലോ. പക്ഷേ ആന കയറി ഇറങ്ങിക്കഴിയുമ്പോൾ എഞ്ചിനീയറിനൊരു ശ്വാസം വരും. ടെസ്റ്റഡാണ്. അപ്പം വലിയ വാസകം കാശ് കിട്ടും, സമ്മാനം കിട്ടും. അങ്ങനെ കുറേ നടപടിയുണ്ട് ടെസ്റ്റഡായ. ഇതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളാകുന്ന ആനകൾ കയറി നിരങ്ങാതെ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്തതായിട്ട് ദൈവം കണക്കാക്കത്തില്ല. സോ ദാറ്റ് ഈസ് വൈ സോ മെനി ക്ലേശം. ഒത്തിരി പ്രയാസങ്ങളുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി ദൈവത്തിന് ഇനി ദൈവികമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിത്യത വരെ ഈ ആത്മാവിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഒരു ഹ്യൂമൻ സോളെന്ന് പറയും. ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ ഹ്യൂമൻ സോളിൻ്റെ ഒരു പ്രത്യേകത, ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസിലേക്ക്, ദൈവമഹത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് കൃപയെ ആർജിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിത്യ ആനന്ദം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഓരോ മനുഷ്യന്മാർ അനുഭവിക്കുന്നത് അവർക്ക് ആർജിച്ച കൃപയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും. അപ്പോൾ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കൃപ നമുക്ക് ആർജിക്കാൻ പറ്റും, അത്രയും ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകും. ആ ടെസ്റ്റ് പലപ്പോഴും ചില ആൾക്കാർ ടെസ്റ്റ് ഒത്തിരിയേറെ പ്രലോഭിതരാണെങ്കിൽ ടെസ്റ്റിൽ വീടും പോകും. പ്രലോഭിതരെന്ന് പറയുമ്പോൾ ജഡിക വാസന കൂടുതലുള്ള ആൾക്കാരില്ലേ, ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒത്തിരിയുള്ള ആൾക്കാരില്ലേ, അവർ ഒന്നും മുതലാകാത്ത ആൾക്കാർ. അവർ ഓരോരോ സാധനവും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കിയിട്ട് അവരെന്താ ചെയ്യണത് അനുസരിച്ചിട്ട് അവർ മാറി ഇപ്പോൾ അവർ ഗ്രാനൈറ്റ് മാറ്റിയിട്ട് മാർബിൾസാ വല്ലതൊക്കെ ഇടുകയാണെങ്കിൽ ഉടനെ അവരാദ്യം ഇത് ചെയ്തിരുന്നത് ഈ ടൈൽസ് പൊളിച്ചാണ് അവർ മാർബിൾ ഇട്ടത്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ മാർബിൾ പൊളിച്ച് ഗ്രാനൈറ്റ് ഇട്ട്, അപ്പോൾ അത് ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് പൊളിക്കാൻ തുടങ്ങി. ഇങ്ങനെ പൊളിച്ചും പണിതും അവർക്കൊന്നും മുതലാകത്തില്ല. അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്ന് പറയണത്. ഓരോരോ ആൾക്കാർ സമൂഹത്തിൽ നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ അഭ്യാസം കാണിക്കും. ഒന്നാം സ്ഥാനത്ത് സമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി പണം കൊണ്ടുള്ള കളികളാണ്. അപ്പോൾ ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി നിലവിലിരിക്കുന്ന ഓരോ
വകുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആളെപ്പോലെ അല്ല ഞാൻ ഇത്തിരി കേമനാണ്, അത്രേ ഉള്ളൂ. അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. മറ്റേ ആളെപ്പോലെ അല്ല ഞാൻ ഇത്തിരി കേമനാണ്. അപ്പോൾ അതുകൊണ്ട് ചിലരിങ്ങനെ ജിമിക്കിടും, അപ്പോൾ എല്ലാവരും ജിമിക്കിടും. അപ്പോൾ പറഞ്ഞാൽ മതി, ഇപ്പോൾ എല്ലാവരും ഒരുപോലെയാണ്, അതുകൊണ്ട് മേൽക്കാതെ കുത്തിയേക്കാന്ന് വിചാരിക്കും. അങ്ങനെ മേൽക്കാതെ കുത്തും. ഇപ്പം അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ വരണത്, നമ്മുടെ ഈ ആഡംബരങ്ങൾ വരണത് അങ്ങനെയാണ്. പക്ഷേ മറ്റേ ആൾക്കാരെക്കാൾ മെച്ചമാണ് താനെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെൽഫ് ബൂസ്റ്റ് ചെയ്യും. സെൽഫ് ബൂസ്റ്റിംഗ് എന്ന് വരുമ്പോൾ എന്താ പ്രശ്നം? അപ്പം ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എപ്പോഴും അവർ പ്രലോഭനത്തിന് വശംവദരായിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ പ്രലോഭനങ്ങളുടെ, എന്നിട്ട് പുതിയ നിരാശ ഉണ്ടാകും. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? വി ക്രിയേറ്റ് സഫറിങ്സ്. നമ്മൾ തന്നെയാണ് ദൈവഹിതമല്ലാതെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി ചക്രശ്വാസം വലിച്ചുകൊണ്ട് പുതിയ ലോണുകൾ, പുതിയ പലിശക്കടങ്ങൾ, ഇങ്ങനെ പുതിയ നരകങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ഇപ്പം അയൽക്കൂട്ടം തന്നെ ഉണ്ട്. ഒരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് 1000 രൂപയുടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ. 5 അയൽക്കൂട്ടം ഉള്ളപ്പോൾ ഇപ്പോൾ 5000 രൂപയുടെ കടമായി ഇല്ലേ? കറക്റ്റല്ലേ? നമുക്കൊരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞൊരു കാലമുണ്ട്, 2010 കാലം. ആ കാലത്ത് നമുക്ക് ഈ അണ്ണാച്ചിമാരുടെ പലിശക്ക് നമ്മുടെ വീട്ടിൽ പണം വേണോ ഒരു അണ്ണാച്ചിയെ വരത്തുള്ളൂ. അപ്പം അവൻ ചിലപ്പോൾ തന്തക്കൊക്കെ വിളിച്ച്, നമ്മളവരെ തന്തക്ക് വിളിച്ചാൽ മനസ്സിലാകത്തില്ല. കാര്യം തമിഴനായത് കാരണം. ഹിന്ദിക്കാരനെ മാർവാടിനെ നമ്മൾ വിളിക്കുമായിരുന്നു തന്തക്ക് മലയാളത്തിൽ. അപ്പം അവന് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്കറിയാം കുഴിപ്പോയി അണ്ണാച്ചി വന്ന് ബഹളം ഉണ്ടാക്കും, അവൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മൾ തന്തക്ക് വിളിച്ചാൽ അവൻ കേൾക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. മാർവാടി ഹിന്ദിക്കാരനൊക്കെ ആയിട്ട് പലിശ അഡ്ജസ്റ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് അയൽക്കൂട്ടം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അയൽക്കൂട്ടം തുടങ്ങിയത്. അയൽക്കൂട്ടം തുടങ്ങിയപ്പോൾ എന്താണ്? അമ്മായിയമ്മയുടെ പേരിൽ ലോണുണ്ട്, മരുമകളുടെ പേരിൽ ലോണുണ്ട്, മരുമകൻ്റെ പേരിൽ ലോണുണ്ട്. എവിടുന്നെല്ലാം ലോൺ കിട്ടാവോ അവിടുന്നെല്ലാം മേടിച്ച് നമ്മൾ ആഘോഷം നടത്തി. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കടമായി. ഇപ്പോൾ കർത്താവിനെ നമ്മൾ കർത്താവിനോട് നമ്മൾ ശണ്ട കുടിക്കൊണ്ട് നടക്കുകയാണ്. കർത്താവേ 2 കിഡ്നിക്ക് പകരം 4 കിഡ്നി വെച്ച് തന്നേച്ചെങ്കിൽ നമുക്ക് കുറച്ച് 2 കൊടുത്ത്. ഇപ്പം ദൈവത്തിനായ പ്രശ്നം, ദൈവം 2 കിഡ്നിയല്ലേ നമുക്ക് വിൽക്കണമെങ്കിലും 2 ഉള്ളൂ. ഒരു 4 ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഇപ്പോൾ ഒന്നിനും ഒതുങ്ങണില്ല മലയാളി ഒന്നിനും ഒതുങ്ങണില്ല. ഇനിയും പുതിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ കടങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യന്മാരുടെ ജീവിതം തന്നെ ഈ ജഡിക വാസനകളെ ഇപ്പം ജഡിക വാസന പലതിലുണ്ട്. കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, 3 കൊല്ലം കൂടുമ്പോൾ കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സംഭവം അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും. ജഡിക വാസനയുടെ ഒരു പ്രശ്നം അത് ബോറെന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ അനുഭവ തരങ്ങളുടെ ഒരു വൊക്കാബുലറിയാണ് ബോറ്. അപ്പം ദൈവം എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവൻ ഒന്നുകൊണ്ടും മുതലാകാത്തൊരു മുതലായിട്ട് വരും. ഇവൻ്റെ ഈ ബോറ് മാറ്റാൻ വേണ്ടി ഈശോ പറഞ്ഞു, ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും, അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ്. മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ, ദൈവത്തെപ്പോലും മുതലാകാതെ ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവ് നൽകുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല തൃപ്തി വരും. പൗലോസ് അപ്പോസ്തലൻ പറയും, ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 1 തിമോത്തിയോസ് 6:6 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന്, ഏറ്റു പറഞ്ഞേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അപ്പോൾ ദൈവഭക്തി കൊണ്ട് നേട്ടം ആർക്കാണ്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ആൾക്കാർക്ക് ദൈവഭക്തി കോട്ടമാണ്. അതാണ് വിഷയം വരുന്നത്. അപ്പോൾ എപ്പോഴും പ്രെയർ പോകേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ
ദൈവം മാനിക്കുന്നുണ്ട്. ആവശ്യമുള്ള ഇപ്പോൾ ഒറ്റ മുറി വീട്ടിൽ താമസിക്കുകയാണ്. ആദ്യം ഭർത്താവും ഭാര്യയുമായപ്പോൾ അവർക്ക് ഒരു ഗ്യാസ് വെച്ച് ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ രണ്ട് കുഞ്ഞുങ്ങളായി. കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് 3 മുറിയുള്ള വീടും വരാന്തയും റീഡിങ് റൂം, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പഠനമുറിയും എല്ലാം വേണം. അപ്പോൾ ആവശ്യത്തിന് കുഴപ്പമില്ല. അനാവശ്യത്തിനാണ് കുഴപ്പം വരുന്നത്. ആഡംബരമില്ലേ, ആഡംബരത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് മാറിപ്പോവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണെന്ന്. ആവശ്യങ്ങളല്ലേ. ഇപ്പോൾ 6:33 എടുത്ത് മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾക്ക് ചോദിക്കുന്നതനുസരിച്ച് മാത്രമല്ല. നമുക്ക് 2 തരത്തിൽ ദൈവത്തിൽ നിന്ന് അലോട്ട്മെൻ്റ് ഉണ്ട്. അനുഗ്രഹത്തിൻ്റെ അലോട്ട്മെൻറ്റ് 2 തരത്തിലാണ് നമുക്കുള്ളത്. 2 മാർഗ്ഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 7:7. മത്തായി 7:7. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്പം കേവലമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയണത്. നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു മാർഗം ദൈവത്തോട് ചോദിക്കുകയാണ്. ലഭിക്കുന്നതിൻ്റെ 2ാമത്തെ മാർഗം എന്താണ്? നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാതെ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് 6:33 എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും. അപ്പം ചേർത്ത് നൽകപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതായത് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് സങ്കീർത്തനം 32:8. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പം എന്താ പ്രശ്നം? നമ്മളുടെ എല്ലാ A-Z കാര്യങ്ങളും ദൈവം ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാർട്ട് വഴി നിങ്ങളെ ദൈവത്തിൻ്റെ എക്സ്പെൻസിൽ തന്നെ നടത്തും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അതിനെന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ്. ഓരോ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സുണ്ടാവും. ആദ്യം ദൈവത്തിൻ്റെ മനസ്സ്. ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മനസ്സെന്താണ്? അപ്പം നിൻ്റെ മനസ്സല്ല, നിൻ്റെ വീട്ടുകാരുടെ മനസ്സല്ല. ഇവിടെയാണ് ഇടിവെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത്. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നടക്കുന്നത് ഇവിടെയാണ്. കാരണം ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അനുസരിച്ച് മാത്രം എന്നെ നടത്തണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ മീൻ ചെയ്യുന്നില്ല. ഇപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില്ലേ? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് ഒരു ഭൂമിയിലുമാണ്. പക്ഷെ നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മീൻ ചെയ്യണില്ല, നമ്മളത് ഉദ്ദേശിക്കണില്ല. അത് ദൈവത്തിനറിയാം. ചുമ്മാ പണ്ടൊരു പ്രാർത്ഥന പഠിച്ചു വെച്ചിരിക്കണ കാരണം കണാകുണ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ജീവികളാരും ഇത് ഉദ്ദേശിക്കണില്ല, ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം ആ ഫയൽ എടുക്കണില്ലല്ലോ. നമ്മൾ എത്ര 1000 സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയാലും ദൈവം ആ ഫയൽ എടുക്കത്തില്ല. കാര്യം ഇവർ ഉദ്ദേശിക്കേണ്ട ദൈവത്തിനറിയാം. പക്ഷെ വൺസ് നമ്മളിതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി, നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ദൈവത്തോട് പറയാമോ? ദൈവമേ അങ്ങയുടെ മനസ്സ് തന്നെയാണ്. ഇപ്പം ചില കൊച്ചുകൾ ഇങ്ങനെയോടെന്ന് വെച്ചാൽ ഞങ്ങൾ അഫെയറിലായിട്ട് 2 കൊല്ലമായി, പക്ഷേ ഇപ്പോൾ കർത്താവിന് എനിക്ക് ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ ഈ റിലേഷൻ. അച്ഛൻ പറഞ്ഞാൽ മതി. അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറ എന്നുകൊണ്ട് അച്ഛൻ മെസ്സേജ് എടുത്ത് പറഞ്ഞാൽ മതി. എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പാലിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം.
അതിന് ഇത്തിരി തൻ്റെ ഇടം വേണം ശരിക്കും. നിങ്ങൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്നൊക്കെ പറയുമ്പോഴേ, അങ്ങയുടെ തിരുമനസ് നിറവേണമെന്ന് നിങ്ങൾ പറയുമ്പോഴേ, നിങ്ങൾ സെലക്ട് ചെയ്ത വിഷയം, വീട്, സ്ഥലം, ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾ പറയണ പോലെ ദൈവം നിങ്ങളുടെ അടിമയായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രെയറല്ല. അങ്ങനെ ഒരു പ്രെയർ ചെയ്യുന്ന ആളെയും ദൈവം അംഗീകരിക്കണില്ല. പിന്നെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് പുറം വിചാരിക്കും. നിങ്ങൾ സത്യമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിരിക്കണ എല്ലാ യാചനകളും അസത്യം ചേർന്നതാണ്. അതുകൊണ്ട് കർത്താവിനോട് കർത്താവേ, ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ കാനഡയിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ കാശ് കിട്ടുമായിരിക്കും കൂടുതൽ. കാശ് കിട്ടി ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് കാശ് കിട്ടിയാൽ മലയാളി ഉടനെ ചെയ്യണത് എന്താണ്? വീട് പൊളിക്കും. അല്ല പിന്നെ നല്ല വീടാണെങ്കിൽ അത് പൊളിക്കും. കാര്യം വെച്ചാൽ കാനഡയിൽ പോയവരും ഇംഗ്ലണ്ടിൽ പോണവരും ജീവിക്കണം എങ്ങനെയാണെന്ന് മലയാളിക്കറിയാം. ആ രീതി പൊളിച്ചിട്ട് അയൽവാസികൾ എവിടെയാണ് വിദേശത്ത് പോയിരിക്കുന്നത്, വിദേശ പൗരന്മാരെ പോലെ ഈ നാട്ടിൽ ജീവിക്കും. പിന്നെ അവസാനം എഴുതി വെക്കുകയും ചെയ്യും, ബിവെയർ ഓഫ് ഡോഗ്സ്. ഇതിന് വേണ്ടിയാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്തിനാണ്? നാട്ടുകാരെ വീട്ടിൽ കയറ്റാതെ പട്ടി കൊണ്ട് സൂക്ഷിക്കരുതെന്ന് എഴുതി വെക്കാൻ വേണ്ടിയുള്ള അഭ്യാസം. അതും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ട ഈ സാധനം പൊളിച്ചെഴുത്ത് വേണം ഇവിടെ. എന്താണ്? കർത്താവേ, എന്താണെന്നല്ല, എനിക്ക് മര്യാദക്ക് നിൻ്റെ മകനാണ് ഞാൻ എലിക്കുഞ്ഞുമല്ല, ആട്ടുകുഞ്ഞുമല്ല, ആനക്കുഞ്ഞുമല്ല. എലിയാണെങ്കിൽ ഞാൻ മാളത്തിൽ താമസിച്ചാൽ മതിയായിരുന്നു, അല്ലേ? ആടാണെങ്കിൽ ഞാൻ ആലയിൽ താമസിച്ചാൽ മതിയായിരുന്നു, ആനയാണെങ്കിൽ ഞാൻ കൊട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ മനുഷ്യനാണ്, നിൻ്റെ മകനാണ്, നിൻ്റെ മകളാണ്. ആ ഒരു മാന്യത ഞാൻ ജീവിക്കണം. അതാണ് നമുക്ക് ആവശ്യമായ സംഭവം. നമ്മളാലും കുടിലും ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കണില്ല. പക്ഷെ അതല്ല പ്രശ്നം. എന്തുകൊണ്ടാണ് വേസ്റ്റ് റൂംസ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണത്? വേസ്റ്റ് റൂംസ്, ആവശ്യമില്ലാത്ത മുറികൾ എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. മുകളിലൊക്കെ സർവത്ര മുറികളാണ്. എന്തിനാണ്? ആ വീട്ടിൽ ആളുമില്ല, അവിടെ മക്കളൊക്കെ വിദേശത്ത് വേറെ വീട് വെച്ച് താമസിക്കുകയുണ്ട്, കോടികളുടെ വീട്ടിൽ. അവർ വല്ലപ്പോഴും കൂടെ വരത്തുള്ളൂ, ഇനി വരുവാന്ന് പോലും അറിയാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് എവിടെയൊക്കെ ചെറിയ പെശക സംഭവിക്കുന്നുണ്ട്. നമുക്കുള്ള എല്ലാ മണിയും ഇങ്ങനെ, നമുക്കുള്ള സമ്പത്ത് മുഴുവനും, ഇപ്പം ഗവൺമെൻറ് പോലും പട്ടിണിയില്ല. കാര്യം നമുക്കുള്ള സമ്പത്തെല്ലാം സ്വരുക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ഡെഡ് മണി ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ രാജ്യത്തിന് വികസനത്തിന് കൊടുക്കണില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുതിയ സാമ്പത്തിക മനോഭാവങ്ങളുടെ പുതിയ സാമൂഹ്യ പാപങ്ങളുണ്ടാകുന്നുണ്ട്, സോഷ്യൽ സിൻസ്. അതായത് ആർക്കും, അപ്പം അതിൻ്റെ അകത്ത് ഒരു അംശമുണ്ടെന്ന് കുറച്ച് ആൾക്കാർക്ക് പണി കിട്ടുന്നതല്ലാതെ ദേശീയമായ നമ്മൾ ദേശത്തോടും നാടിനോടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഈ നമ്മളുടെ ആളായ്മ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഡെഡാക്കി കളയുന്ന ദേശത്തിൻ്റെ നാഷണൽ വേസ്റ്റ്, ദേശീയമായിട്ടുള്ള വേസ്റ്റുകൾ, ഇതെല്ലാം ഒരു പാപത്തിൻ്റെ ലെവലിലാണ് ബൈബിള് കാണുന്നത്. അത് ദേശീയ നഷ്ടം മാത്രമല്ല, സ്വകരാജ്യത്തിൻ്റെ നഷ്ടങ്ങളായിട്ട് വരുന്നത്. നിത്യതയെ അട്ടിമറിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെയും നമ്മൾ ദൈവതിരുസന്നിധി വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ഇപ്പോൾ വരുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം, എല്ലാവരും ഇങ്ങനെ രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അവിടെയും സമ്മർദ്ദത്തിലാണ്, ഇവിടെയും സമ്മർദ്ദത്തിലാണ്. അപ്പോൾ അസൂയയുടെ പുതിയ രൂപങ്ങൾ നാട്ടിലുണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. അസൂയയുടെ, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പച്ചപ്പിടിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവിക അയൽവാസിക്കുണ്ടാകുന്ന, അയാൾ ഉടമ്പടി എടുത്താണെങ്കിലും അസൂയക്ക് പഞ്ഞമൊന്നുമില്ലല്ലോ. അതേ സംഭവം, അസൂയയുടെ പുതിയ രൂപങ്ങൾ വരുന്നുണ്ട്. ഇത് ആധ്യാത്മികതയെ ശരിക്കും ബാധിക്കുന്നുണ്ട്. ഞങ്ങളിലേക്ക് പ്രാർത്ഥനയൊക്കെ കാട്ടുതീയിൽ നമ്മൾ വെഞ്ചരിപ്പ് വെള്ളം ഒഴിക്കണ പോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ. എന്താ കാര്യം? ജനങ്ങളെ ഗ്രീഡിനെസ് വർദ്ധിക്കുന്നു, ജലസ്യ വർദ്ധിക്കുന്നു. അതുവെച്ച് ദൈവത്തിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടും.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മിനിമം, ഇപ്പോൾ ശാന്തകുമാരി എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു, കടത്തുരുത്തി എന്ന് 600 മംഗല. ശാന്തകുമാരിയുടെ ഉടമ്പടി പെട്ടെന്ന് കത്തിയത് കത്തിയെന്ന് വെച്ചാൽ ശാന്തകുമാരി അനാവശ്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അതാണ് വിഷയം. ശാന്തകുമാരി ഈ പെട്ടെന്ന് കത്തണ ഉടമ്പടിയിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് അനാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ, ആഡംബര കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. കാര്യം എന്താണ്? ഉടമ്പടി വർക്ക് ചെയ്യണത് AI മെത്തേഡിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യം കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നത്. അതായത് ഈ മത്തായിയുടെ 6:33. കാര്യം നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെയും കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവം വർക്ക് ചെയ്യണത്. അതിനുവേണ്ടി പ്രത്യേകം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് പ്രോഗ്രാംഡ്. നിങ്ങൾ വീട് വേണം, കാറ് വേണം, മക്കളെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് പ്രത്യേകം ഇനം തിരിച്ച് ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. എന്താണ്? ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, ലൈഫൊന്ന് പ്രോഗ്രാം ചെയ്താൽ മതി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോവുകയും നിറവേറ്റുകയും ചെയ്യും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കാണെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വചനങ്ങള് ജീവിതബന്ധിയായി അങ്ങ് നൽകുമ്പോഴ് അത് അംഗീകരിക്കുവാനും നടപ്പിൽ വരുത്തുവാനും പൈതലിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്ക് അർഹനാകുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആരാധനയിലൂടെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്ക് നമ്മളെ അർഹരാക്കണമേ, തിരഞ്ഞെടുക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ശാന്തകുമാരിയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ശാന്തകുമാരിക്ക് പല പ്രശ്നങ്ങളാണ്. ഈ ക്ലേശങ്ങളെ കൊണ്ട് കുറേ ക്ലേശങ്ങളാണ്. ഒന്ന്, ഇവർ കടത്തുരുത്തി 600 മംഗലം ഉൾനാട്ടിലുള്ള ആളാണ്. അവരുടെ സ്ഥലത്ത് വെള്ളമില്ല. അതാണ് ഒരു പ്രശ്നം. സ്ഥലമല്ല, അറിയാമല്ല, ഫെബ്രുവരി ആകുമ്പോൾ വെള്ളം വറ്റിപ്പോകും. ആ വീട്ടിലോട്ട് വഴിയില്ല. രണ്ടാമത്തെ പ്രശ്നം, വെള്ളം വല്ലയിടത്തും പോയി കോരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയില്ല. വെള്ളം വിലക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ വന്ന് നിൽക്കത്തില്ല. വല്ലയിടത്തും വണ്ടി വന്ന് നമ്മൾ ചുമന്നുകൊണ്ട് വരണം വെള്ളം. ശാന്തകുമാരി ഒറ്റക്ക, മക്കളുണ്ട്, കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. അതുങ്ങളൊന്നും ഈ വീട്ടിൽ തിരിച്ചു വരത്തില്ല. അമ്മയോട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അവരാരും വരത്തില്ല വീട്ടിലോട്ട്. മൂന്നാമത്തെ പ്രശ്നമാണ്. എന്താ വരാത്തത് കാര്യം? മക്കൾ വരാത്ത 2 കാര്യങ്ങളാണ്, 3 കാര്യങ്ങൾ. അപ്പം നേരിച്ച് മരിച്ചു പോയെന്ന് തോന്നുന്നു. അമ്മ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ആ അമ്മയെ തിരക്കി. അമ്മയോട് മക്കൾക്ക് ഇഷ്ടമാണെങ്കിലും പെമ്മക്കളാണെങ്കിലും വരാൻ പറ്റണില്ല അവർക്ക്. അവർ പറയണ, അമ്മ ഈ വീട്ടിൽ വരുമ്പോൾ എന്തോ നെഗറ്റീവ് എനർജിയാണ്. 4ാമത്തെ പ്രശ്നം. പിള്ളേരിപ്പോൾ പഠിച്ചപ്പോഴേ നെഗറ്റീവും പോസിറ്റീവൊക്കെ അറിയാമല്ലോ അവർക്ക്. അപ്പോൾ ഇവർ പറയണത് ഇപ്പോൾ നെഗറ്റീവ് എനർജിയാണെന്നാണ് പറയണത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളമില്ല, വഴിയില്ല, വീട്ടിൽ വരാൻ പറ്റണില്ല, നെഗറ്റീവ് എനർജിയാണ്. ഇതൊന്നുമല്ല, എവിടെ നോക്കിയാലും മൂർഖം പാമ്പ്. 4ാമത്തെ പ്രശ്നം. അപ്പോൾ ശാന്തകുമാരൻ മടുത്തു ജീവിതം.
ഇവിടുത്തെ ആരും ഇത് 5ാമത്തെ പ്രശ്നം എന്താ അറിയാമോ? വിറ്റ് ചുട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ആരും എടുക്കാനും ഇല്ല. 6ാമത്തെ പ്രശ്നങ്ങൾ ഒരു ഒറ്റ വ്യക്തി ഒരു കുടുംബത്തിൽ ആരും സഹായമില്ലാതെ അനുഭവിക്കുന്ന 6 പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവൾ ഉരുകി തീർന്ന് എന്തിനും ജീവിക്കണം. അവസാനം ശാതകന്മാർ പറയണേ, ആദ്യമൊക്കെ മുറുകപാമ്പൊക്കെ വരുമ്പോഴേ, എപ്പോഴും വരും പാമ്പ്, പല സ്ഥലത്തും പാമ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അവസാനം ഞാൻ നാട്ടുകാരെ വിളിച്ച് തല്ലിക്കൊല്ലാൻ തുടങ്ങിയെന്ന്. പാമ്പ് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ കിടന്ന് കാറും ആൾക്കാർ വന്ന് തല്ലിക്കൊല്ലും. അവസാനം ആൾക്കാർ പറയും തല്ലിക്കൊന്ന് ആൾക്കാരെ മടുത്ത്. ഇവിടെ കാറ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ നാട്ടിൽ നിന്ന് ഓടിക്കുകയാണ്. അവർ മടുത്ത് പിന്നെയും പാമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയണം ഞാൻ തന്നെ അവസാനം ധൈര്യം അവലംബിച്ച് എനിക്ക് ജീവിക്കണ്ടേ, ഞാൻ തന്നെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയെന്നു. എന്നിട്ട് പാമ്പ് തീരണില്ല. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞത്, മാതാവിനെ കണ്ടായി എല്ലാം തീരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഉടമ്പടി പുതുക്കാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ കൂടെ കയറിപ്പോകുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ മനസ്സിൽ അമ്മയെ കാണണമെന്ന്, ഉടമ്പടി എടുക്കണമെന്ന് അവർ തീരുമാനിച്ചപ്പോൾ തന്നെ അവർക്ക് അത് മനസ്സിലായി എന്തോ അമ്മ ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അതങ്ങനെയാണ് ഇവിടെ എന്താ ആ രീതി. അതാണ് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അടയാളങ്ങൾ തുടങ്ങും, നമുക്ക് ആന്തരികമായ ബോധ്യം കിട്ടും. നിങ്ങൾ സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി 3 പ്രാവശ്യം പുതുക്കിയാലും അമ്മ അനങ്ങത്തില്ല. കാര്യം സത്യസന്ധത അല്ലെന്ന് അറിയാം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ സത്യസന്ധരാണ്, നീ വിഷയം ഇപ്പം നിങ്ങൾ പറയാം ഉടമ്പടി നാത്തൂനും ആൻറ്റിയും കുഞ്ഞമ്മയൊക്കെ എടുത്തില്ലേ, എന്നാൽ പോയി നോക്കിയൊക്കെ ആലപ്പുഴ. ഇനിയിപ്പോൾ നമ്മളായിട്ട് പോകാഞ്ഞിട്ട് ആരെങ്കിലും കിട്ടാതിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സത്യസന്ധരല്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുക്കുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ എന്നെ വട്ടിയും കൊട്ടയും എടുത്തുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വരും. സത്യസന്ധരല്ല, പുതുക്കിയാലും രക്ഷപ്പെടത്തില്ല. നിങ്ങൾ ആ ഉടമ്പടിയുടെ കറക്റ്റ് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഒന്നാമത്തെ ആ ഉടമ്പടി എഴുതിയിരിക്കണതെല്ലാം നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളായിരിക്കണം. അല്ല ആഡംബരം എഴുതിയാൽ വർക്കൗട്ട് ചെയ്തില്ല ഈ സംഭവം. ആഡംബരം എഴുതിപ്പോയാൽ ഇത് ആൾ കളിക്കാൻ വേണ്ടിയാണെന്നും അഹങ്കാരത്തിൻ്റെ വിത്താണെങ്കിൽ വന്നിരിക്കണമെന്നും ഇത് ദൈവത്തിന് പ്രയോജനപ്പെടുത്തില്ലെന്നും അവർക്ക് അഭ്യാസം കാണിക്കാൻ വേണ്ടിയുള്ള അഭ്യാസ വിശ്വാസിയാണെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം അടുക്കത്തില്ല. ദൈവം സത്യത്തിൻ്റെ ദൈവമായത് കാരണം അടുക്കത്തില്ല. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിയോഗങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അത്യാവശ്യവും ആവശ്യവും ഒക്കെയാണ്. ആഡംബരങ്ങളുണ്ടോ എന്ന് നോക്കണം. അത് നോക്കണം. ആഡംബരം ഉണ്ടെങ്കിൽ എഴുതാതിരിക്കണം എപ്പോഴും നല്ലത്. ആഡംബരങ്ങളുടെ കാര്യങ്ങൾ എഴുതാതിരിക്കണം നല്ലത്. ശതകുമാരി എന്ന് പറയുമ്പോൾ മനസ്സിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞാൽ എന്താ അറിയാമോ? ആദ്യം അമ്മയോട് പറയണം എൻ്റെ കിണറ്റിൽ വെള്ളം വേണം, ജീവിക്കണ്ടേ, കുടിക്കണ്ടേ, മനുഷ്യൻ ജീവിക്കണ്ടേ. അതാണ്. അപ്പോൾ അത്യാവശ്യമല്ലേ അത്. പിന്നെ അമ്മയോട് പറയണേ പാമ്പിനെ ഒന്ന് ഓടിച്ചു തരണം, ഇവിടെ എനിക്ക് ഒറ്റക്കാണെങ്കിൽ ജീവിക്കണ്ടേ. പിന്നെ ഒരു വഴി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ പറയണത്. വലിയ അത്യാവശ്യ കാര്യങ്ങളാണ്. അപ്പോൾ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ അപ്പം തന്നെ ഫയലിൽ ഒപ്പിട്ട സംഭവം അവർക്ക് ബോധമുണ്ടായി. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടായി. അവരെന്താണെന്ന് വെച്ചാൽ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെരുപ്പ് വണ്ടിയെ തന്നെ ഇട്ട്. അപ്പോൾ ശാന്തകുമാരി അത് വേറെ ആളാണ് ശരിക്കും പറഞ്ഞത്. വെച്ചാൽ അവർ വണ്ടിയെ തന്നെ ചെരുപ്പ് വെച്ചു. എന്താ, ഞാൻ പോണത് എവിടെയാണെന്ന് അവർക്ക് നല്ല ബോധമുണ്ട്. അവർക്ക് ഞാൻ ഏത് സംഗീതത്തിലേക്കാണ്, ഏത് സാങ്ച്വറിയിലേക്കാണ് പോകുന്നതെന്നുള്ളത് അവർക്ക് ബോധമുണ്ട്. ചെരുപ്പ് വണ്ടിയെ വെച്ചപ്പോൾ തന്നെ ഡ്രൈവറിന് പെശകാണെന്ന് മനസ്സിലായി. ഡ്രൈവർ അവിടെ നിന്നും പറഞ്ഞ് ഉടമ്പടി പുതുക്കുന്നുള്ള വണ്ടിയാണിത്, പുതുക്കാനുള്ള ഇന്ന് പുതുക്ക് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ, നിങ്ങൾ പുതുക്കിട്ട് പെട്ടെന്ന് പോരുക, ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ശാന്തകുമാരി ചെരുപ്പ് വെച്ചുകൊണ്ട് ഡ്രൈവർ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന് ഇവിടുന്ന് പോരാൻ പറ്റുകയില്ല, എങ്ങനെ 5 മണിക്കൂർ കഴിയുമല്ലോ, അന്ന് പുതുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പോരാൻ പറ്റുമോ. പുതുക്കുന്നവരുടെ വണ്ടിയായിരുന്നു അത്. അതിന്മേലാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾ കയറിയിരിക്കുന്നത്. ചെരുപ്പകത്ത് വെച്ചപ്പോൾ തന്നെ ശാന്തകുമാരി കിടന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ ഡ്രൈവർ സ്വരത്തി പറഞ്ഞ് ഇന്ന് എടുക്കൽ നടക്കത്തില്ല, പുതുക്കൽ നടക്കത്തുള്ളൂ. അപ്പോൾ ശാന്തകുമാരി പോയി ചെരുപ്പ് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു. എന്താ കാര്യം? നിങ്ങൾ പോയിക്കോ, ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി ചെയ്യാൻ വന്നതാണ്, ഒറ്റക്കാണെങ്കിലും ഞാൻ ചെയ്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ നിലപാട് മാറിയില്ലേ?
ഒന്നായില്ലേ. ഒറ്റക്കണച്ചാൽ അവർക്ക് അറിയത്തില്ല വഴിയൊന്നും. 700 രൂപയാണ് അവിടെ നിന്ന് ഇവിടം വരെ ഡ്രൈവർ വാങ്ങിക്കുന്നത്. ആ പൈസ പോയി. ആ പൈസ പോയാലും തിരിച്ച് രാത്രിയായാലും ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ സത്യത്തിൻ്റെ ഒരു കണിക അവിടെ ഉണ്ട്. ചില ആൾക്കാർ ആദ്യമേ തന്നെ വന്ന് ഓഫീസിൽ ചോദിക്കും എത്ര സമയമാകും. അപ്പോൾ ഓഫീസിൽ നിന്ന് പറയും 4 മണിക്കൂർ ആകത്തുള്ളൂ, 5 മണിക്കൂർ ആകുമെന്ന് പറയും. കാര്യം ചോദിക്കുന്നവരോട് 1 മണിക്കൂർ കൂട്ടിയേ പറയത്തുള്ളൂ. എന്താ കാര്യം? ഈ പണ്ടാരെ ഇവിടുന്ന് പോയി കിട്ടണം. അതുകൊണ്ടാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. സമയം ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും ഉടമ്പടി എടുക്കാൻ വന്നതല്ല, പുള്ളി വേറെ എന്തോ അഭ്യാസത്തിന് വന്ന വഴിക്ക് ഇതിനകത്ത് കയറി നോക്കിയതാണെന്ന്. അപ്പം 4 മണിക്കൂർ ആകത്തുള്ളെങ്കിലും ഓഫീസിൽ നിന്ന് പറയും 5 മണിക്കൂർ ആകുമെന്ന് പറയും. വണ്ടി വിട്ടേക്കാൻ അതിൻ്റെ അർത്ഥം അളിയൻ വണ്ടി വിട്ടേക്കാൻ എൻ്റെ അർത്ഥം. വേറെ സംഭവമൊന്നുമില്ല. വണ്ടി വിട്ടേ പോയിക്കൊള്ളാം, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ, അതിനുവേണ്ടി അർപ്പണ മനോഭാവത്തോടുകൂടി ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇടമാണ്. കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വേണ്ടിയുള്ള സ്ഥലമല്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരെ, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയോടെ ഉടമ്പടി നിവർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ഒരു നിലപാടാണ്. ശരിക്കും പറഞ്ഞാൽ ശാന്തകുമാരുടെ നിലപാട് സത്യസന്ധമായത് കാരണം അമ്മ ഒരു കാര്യം ചെയ്തു. ആ വിഷയം ഏറ്റെടുത്തിട്ട് ശാന്തകുമാരി പറഞ്ഞു, ഇവിടെ ഒത്തിരി ക്യൂ ഒക്കെ കാണുന്നുണ്ട്, ഒത്തിരി കൗണ്ടർ കാണുന്നുണ്ട്, എവിടെ പോയിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എനിക്കൊരു പിടിയുമില്ല. പക്ഷേ എന്നെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോയി പുതുക്കി കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു, ഞങ്ങൾ വണ്ടി വിട്ട് പോകണമെന്ന്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് തിരികെത്തിക്കുന്ന സമയമായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്തിരി സമയം പാടി. അപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് അതെല്ലാം കഴിഞ്ഞ് കൃത്യമാക്കി ദൈവം സഹകരിക്കുന്ന രീതി കണ്ട. സത്യസന്ധരോട് ദൈവം കൃത്യമായിട്ട് സഹകരിക്കും. നിങ്ങൾക്കൊരു ഐഡിയ വേണമെന്നില്ല. ഐഡിയ എല്ലാം അമ്മ തരും. നിങ്ങളെ കൊണ്ടു നടക്കുന്നത് അമ്മയായിരിക്കും. കൊണ്ടു നടന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യിച്ച് പെട്ടെന്ന് വണ്ടി കയറി അവർ പോയി. ഒരുമിച്ചാണ് പോയത്. അതെന്ന് വെച്ചാൽ നിങ്ങൾ അത് തന്നെ അപ്പം തന്നെ അവൾക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഉടമ്പടി എടുത്ത് 3 ചെന്ന് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി 3-ാം ദിവസമായപ്പോൾ ശാന്തകുമാരി മകളുടെ കുഞ്ഞിനെ എടുത്ത് പുറത്ത് നിൽക്കുമ്പോൾ ഒരു വെള്ളി വെളിച്ചം മുമ്പിലൂടെ കടന്നു പോകും. അവൾക്ക് ആദ്യം അത് മനസ്സിലായില്ല. ഇല്യൂഷനും ഹാലുസിനേഷനൊന്നും അല്ലേ, പകൽ കാണുന്ന സംഭവമാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ വെളിച്ചം തന്നെ, ആ സിൽവർ ഗ്രേ വെളിച്ചം ഇവിടെ മുമ്പിലൂടെ വീണ്ടും കടന്നു പോകും. 3-ാമത്തെ പ്രാവശ്യം കടന്നു പോകാൻ വരുമ്പോൾ ഇവിടെ ഓടി വീട്ടിൽ കയറും, എൻ്റെ അമ്മയാണല്ലോ എൻ്റെ മുമ്പിൽ വന്നതെന്ന് പറയും. പിന്നെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെള്ളമില്ലല്ലോ. ആ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വരണ്ട മാസങ്ങളായിട്ട് വെള്ളമില്ലാത്ത കിണറ്റിൽ കൊണ്ടുപോയി കിണറ്റിൽ ഉപ്പിടും. ഉപ്പിട്ടും കാര്യം കുഴക്കിണറാണ്, 300 350 അടി താഴെയുള്ള സാധനമാണ്. അവിടെ വെള്ളമില്ല. പക്ഷേ ഉപ്പ് കിണറ്റിൽ കൊണ്ടിട്ട്, കിണറ്റിൽ വെള്ളം ഇല്ലാത്ത സ്ഥലത്താണ് ഉപ്പ് കൊണ്ടുപോയിടണത്. ബിഷോപ്രമാണം ചെല്ലും പോരും. കുറച്ച് കഴിഞ്ഞപ്പോൾ മോട്ടർ ആദേശം ചെയ്തിട്ട് മോളിൽ ടാങ്ക് കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ 3 ദിവസം വെള്ളം ഒഴുകിയപ്പോൾ 5:30 മണിക്ക് നാട്ടുകാരെല്ലാം വിളിച്ച് കേൾപ്പിച്ചു. ഫോണെടുത്ത് പറഞ്ഞ് അമ്മ വെള്ളം തന്ന് പറയുന്നത് കാര്യം വെള്ളമില്ലെന്ന് എല്ലാവർക്കും, ഇവിടെ വീട്ടിൽ വെള്ളമില്ലെന്നും ഇവർക്ക് ഒറ്റയ്ക്ക് കോരി തോന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നും വെള്ള ദുരന്തത്തിലാണെന്നൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം ഇത് വലിയ സംഭവമായി. നമുക്ക് ചിലപ്പോൾ അത്രയും അത് അറിയത്തില്ല. അവിടെ അവർക്കത് മനസ്സിലായിപ്പെട്ടന്ന്. കാര്യം അവർ പറഞ്ഞു ഇപ്പോൾ 1 കൊല്ലമായിട്ടും ഒരു പ്രശ്നവുമില്ല, കൃത്യമായിട്ട് വെള്ളം അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് മുറുക്കപ്പാമ്പിൻ്റെ കാര്യമാണ്. ആ സാധനത്തിന് 1 കൊല്ലമായിട്ട് കാണാനില്ലെന്ന്. മക്കളെല്ലാം തിരിച്ചു വന്നു.
ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറി. മക്കളെല്ലാം തിരിച്ചു വന്നു. ഇളയൊക്കെ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ കാര്യം ചെയ്തിട്ടും ശരിയാകത്തില്ല. ഇങ്ങനെ ഒടിഞ്ഞു കെട്ടിയൊരു വീട്ടിലാണ് താമസിക്കണത്. അത് മാറ്റണമെങ്കിൽ സാധാരണ ജോലി ചെയ്യാൻ പറ്റത്തില്ല, പോകണമെന്ന് അമ്മയോട് പറഞ്ഞായിരുന്നു. അവളുടെ കാര്യം ശരിയായി, എല്ലാം പെട്ടെന്ന് ശരിയായി. ഞാനീ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലായി ഉണ്ടായത് എന്താ വെച്ചാൽ, അതായത് ശാന്തകുമാരി പറയുന്ന ഒരു സംഭവമുണ്ട്. ഈശ്വരന്മാരിലുള്ള വിശ്വാസം പോയായിരുന്നു എനിക്ക്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കണത്. ഇപ്പം ക്ലേശങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്ലേശങ്ങൾ ചില സമയം അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. അവർ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ നിങ്ങൾ കൈയടിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത് എൻ്റെ ഈശ്വരവിശ്വാസം പോയായിരുന്നു എന്നുള്ളതാണ്. ആദ്യമേ പറഞ്ഞവർ എനിക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ഞാൻ അത്രയും ക്ലേശത്തിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരവിശ്വാസം പോയെന്ന് പറയണത്. ഈ ഈശ്വരവിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് ആൾക്കാർ വരണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്, ഈ ഉടമ്പടിയിൽ ഇപ്പം കണക്ഷൻ പോയെന്ന് വിചാരിച്ചു. നമ്മുടെ നമ്മുടെ കടങ്ങൾ കൊണ്ട്, നമ്മുടെ രോഗങ്ങൾ കൊണ്ട്, നമ്മുടെ വീട്ടിലെ മദ്യപാനം കൊണ്ട്, അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ കേസുകൾ കൊണ്ട്, അയൽവാസികളുമായിട്ടുള്ള പടകൾ കൊണ്ട്, നമ്മുടെ തന്നെ ശരീരവേദന കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും. ഈശ്വര വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ പോണത് കണക്ഷൻസാണ് പോണത്. ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും. ഇങ്ങനെ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ അത് ആർക്കും പോകാം. വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പോകാം, ഒരിക്കലും വിശ്വാസം ഇല്ലാതിരുന്നവർക്കും പോകാം, ഏത് മതക്കാർക്കും പോകാം. കണക്ഷൻസ് പോകും. ഒന്നിലും പ്രാർത്ഥിക്കാൻ തോന്നണില്ല. എന്തോന്നിന് ആരോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ഒരു ഫലവും ഇല്ലല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് കണക്ഷൻസ് പോവുക എന്ന് പറയുന്നത്. ശാന്തകുമാരി അങ്ങനൊരു അവസ്ഥയിലായിരുന്നു, കണക്ഷൻസ് പോയ അവസ്ഥയിലായിരുന്നു. ഈ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരുടെ, ഇപ്പം നിങ്ങളുടെ തന്നെയായിരുന്നു. ഇപ്പം നിങ്ങൾ കണക്ഷൻസ് പോയിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി, കുമ്പസാരിച്ചിട്ട് കുറേ നാളായി, പള്ളിപ്പോയിട്ട് കുറേ നാളായി, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് കുറേ നാളായി, നിങ്ങൾ കണക്ഷൻസ് പോയ ആൾക്കാരാണെന്ന് വിചാരിച്ചോ. അങ്ങനെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ്, ഇപ്പോൾ കറണ്ട് കമ്പി ഇപ്പോൾ ഫേസ് പോയി, ന്യൂട്രൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലൈൻമാൻ പറയത്തില്ലേ. അപ്പോൾ അവർ രണ്ടാമത് കൊണ്ടുവന്ന് അത് ഏണി വെച്ച് കയറി കെട്ടിയിട്ട് പീസ് കെട്ടിയെടുക്കും. പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോയാൽ പെട്ടെന്ന് ഫീസ് കെട്ടണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ അതിൻ്റെ ഐറ്റമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം പറയുന്നത്. കണക്ഷൻസ് ആർക്കും പോകാം, ഏത് മതക്കാർക്കും പോകാം, പക്ഷേ അത് ഫീസ് കെട്ടണ ഐറ്റംസ് അവിടെ പ്രാർത്ഥനാ രീതി, ഈ നാക്കുകൊണ്ടിട്ടുള്ള അടി കൊണ്ടൊന്നും കണക്ഷൻസ് ഉണ്ടാകത്തില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എടുത്തേ, യോഹന്നാൻ 16:4. യോഹന്നാൻ 16:4. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടാ എന്ന് പറഞ്ഞേ, അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ സമയം വരുന്നുമ്പോ തന്നെ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രശ്നത്തിൽ ഭയങ്കരമായ ഒരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സമയം എന്ന് പറയുന്നൊരു സമയമുണ്ട്, ടൈം ഓഫ് ദി ഈവിൾ. ഈ വല്യമ്മ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ സംഭവം അതാണ്. ടൈം ഓഫ് ദി ഈവിൾ. എവിടെ തൊട്ടാലും കിണറ്റിൽ നോക്കിയാൽ വെള്ളമില്ല, വാതിൽ തുറന്നാൽ മുറുക്കം പാമ്പ്, മക്കളൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റണില്ല, ഇങ്ങനെ എല്ലാം അവരുടെ സമയം. ഇങ്ങനെ നമ്മളെ കാണുന്നവരെല്ലാം നമ്മൾ ശത്രുക്കളായി കരുതുന്നു. ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെ നമ്മളെ കല്യാണത്തിന് പോലും വിളിക്കണില്ല, അവരെ നമ്മൾ ഒഴിവാക്കുന്നു. അവരുടെ സമയം. ഒരു മനുഷ്യപ്രജയാണെങ്കിൽ ഈ അവരുടെ സമയമെന്ന് ഈശോ പറയുന്ന തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയമുണ്ട്. തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയം നമുക്ക് അതൊരു ഇന്നോവേറ്റീവ് ഈബിൾ പോലെയാണ്.
ഒഴിവാക്കാൻ പറ്റാത്തൊരു തിന്മയാണ്. ഇത് വന്നു കഴിയുമ്പോഴാണ് ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത്. മനസ്സിലായില്ലേ? ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത്. അവിടെ സമയത്തായിരിക്കും നിങ്ങൾ ചിലപ്പോൾ IELTS ചിലപ്പോൾ 2 പ്രാവശ്യം തോക്കും, 3 പ്രാവശ്യം തോക്കും. 4ാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ എല്ലാവരെയും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിള്ളേരെന്നെ നാടിക്കയറി പിടിക്കും. നമ്മൾ എന്തടി അച്ഛാ ഇനി എഴുതത്തില്ല കേട്ടാ, എഴുതാൻ കാശില്ലെന്ന് പറയും. പപ്പ എഴുതാൻ വിടത്തില്ല. കാര്യം വേറെ ഒരു അത് കർത്താവിൻ്റെ കൈയൊക്കെ പിടിക്കണ പോലെ അവസാന പിടുത്തവാ. മുങ്ങിച്ചാകാൻ പോകണമെന്ന് പിടിക്കത്തില്ലേ? അതുപോലെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം കൊച്ചുങ്ങൾ കൈയൊക്കെ എടുക്കും. അച്ഛാ എന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കവളൊക്കെ വിധമ പറയും ഇനി എഴുതത്തില്ല, എഴുതാൻ കാശില്ല, പപ്പ എഴുതിക്കത്തില്ല, കുടുംബം തീർന്ന് ഞങ്ങൾ തീരുകയാണെന്ന് പറയും. ഞാൻ നിങ്ങൾ തീരത്തില്ലെന്ന് പറയും. ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് പറയും അവർ തീരാൻ തീർക്കരുതെന്ന് പറയും. എന്താ? അവർ ഈ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ട്, നിന്റെ പ്രത്യക്ഷകനെ അവർ അംഗീകരിച്ചതായി പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, അവർ തീരത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. വാഗ്ദാനം കേടണമേ സ്വർഗ്ഗീയ വന്ദനമേ കൃപാസനത്തിൻ്റെ അമ്മേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സന്നിധാനം ആയിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനലക്ഷങ്ങൾ പ്രാർത്ഥിക്കുന്ന കാരണം അമ്മ ഈ ഒരു രൂപത്തിൻ്റെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ അനുഭവം എന്ന് പറയുന്നത് ആഷ്ബിയ എന്ന് പറഞ്ഞൊരു ദമ്പതികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം കിടപ്പുണ്ടവരുടെ ആഷ്ബിയയും ഹസ്ബൻഡും ആണ് സാക്ഷ്യത്തിലുള്ളത്. അവിടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. കാര്യം അമ്മ ജീവനോടെ അൾത്താറയിൽ വിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഞാൻ ആ സന്നിധാനത്തിലാണ് നിങ്ങളുടെ ജപ്തി നടപടിയും നിങ്ങളുടെ ആശുപത്രി ചീട്ടൊക്കെ വെക്കണത്. നിങ്ങളെക്കൊണ്ട് ഞാൻ വെപ്പിക്കാത്തതിന് കാരണം നിങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഇല്ലാതെ എല്ലാവരും വെക്കണ കാരണം എല്ലാവരും കൊണ്ട് വെറുതെ ചുമ്മാ കൊണ്ട് വെച്ചിട്ട് പോകും. ഞാനത് വെക്കുമ്പോൾ അതിൻ്റെ ഫോർമുല അനുസരിച്ചിട്ടാണ് വെക്കണത്. എന്താണെന്നും ആരാണെന്നും എങ്ങനെയാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ പ്രത്യേക പ്രെയറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഞാൻ ആൾക്കാരെ കയറ്റാത്തതിൻ്റെ കാരണം. ആരാ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അവരെ മാത്രമാണ് ആൾക്കാരെ കയറ്റത്തുള്ളൂ. ഈ ആഷ്ബിയുടെ സാക്ഷ്യം എന്താ? ആഷ്ബിയുടെ സാക്ഷ്യം ആഷ്ബിയും ഭർത്താവും 9 കൊല്ലമായിട്ട് വർഷങ്ങളായിട്ട് അവർ അവിടെ അമേരിക്ക താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് മക്കളില്ല. അതാണ് അവരുടെ പ്രശ്നം. അമേരിക്ക എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അവസാന വാക്കായിട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് 9 കൊല്ലം മക്കളില്ലെന്ന് വെച്ചാൽ അവർക്ക് മക്കളുണ്ടാകത്തില്ല. IVF എല്ലാവരും ചെയ്തെടുത്തു. അവസാനം അവരുടെ സായപ്പ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്താ കാര്യം? അഡോപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരോടും പെരുമാറുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങോട്ടാണ് ചിന്തിച്ചുകൊണ്ട് പോകണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ വിഷയം കണ്ടല്ലേ, അവരുടെ തീരുമാനം എടുത്തു ഞങ്ങൾ അഡോപ്ഷന് തയ്യാറല്ലെന്ന്. അപ്പോൾ അവരോട് അമേരിക്ക വെച്ച് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ വരുന്ന കാലത്ത് കൃപാസന മാതാവിനെ കണ്ടാൽ ഈ വിഷയത്തിൽ ശാസ്ത്രം എന്ത് പറഞ്ഞാലും കാര്യം അവരുടെ ബോഡിയിൽ ആ ലേഡിയുടെ ബോഡിയിൽ എന്തോ ഒരു ആൻറ്റി കണ്ടൻ്റ് ഉണ്ട്. അത് കാരണമാണ് അവർക്ക് ജന്മത്ത് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. അതാണ് സയൻസിൻ്റെ ഒരു നിഗമനം എന്ന് പറയണത്. സയൻസിൻ്റെ മുകളിലാണ് വിശ്വാസം എന്ന് പറയണത്. കാര്യം സയൻസ് കൈകാര്യം ചെയ്യണത് മനുഷ്യൻ്റെ ബുദ്ധിയും വിശ്വാസം കൈകാര്യം ചെയ്യണത് ദൈവത്തിൻ്റെ ശക്തിയുമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നമ്മൾ ഉണ്ടായിരിക്കട്ടെ. ഈ ചുവരുകൾക്കുള്ളിൽ ദൈവം ചെയ്യണത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് ചെയ്യണത്. ഇപ്പം ഇവരെന്താ ചെയ്തത്? ഇവർ നാട്ടിൽ വന്നപ്പോൾ ഇവർ ഉടമ്പടി ചെയ്തിട്ട് ഇവരൊരു ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹസ്ബൻഡും വൈഫുമാണ്, ഞങ്ങളുടെ പ്രോബ്ലം ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉടമ്പടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതാണ് സത്യം എന്ന് പറയണത്. അല്ലാതെ ഇവിടെ ഭർത്താക്കന്മാർ വന്ന് വണ്ടി ഇരുന്നിട്ട് നീ ചെയ്യുമെന്ന് പറയത്തില്ലേ. ഇവർ കുറേ പ്രശ്നങ്ങളും കടങ്ങളൊക്കെ ഉണ്ട്. അത് ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ ഭാര്യയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നേടണം. എന്നിട്ട് ഇവനെന്ത് ചെയ്യണം? ഇവർ പഴയ കലാപരിപാടി തുടങ്ങണം. ഇതിനവൻ വണ്ടിയെ പോയി ഇരിക്കുകയാണ് ഭാര്യ. ഈ മനുഷ്യൻ അങ്ങല്ല, അതിൻ്റെ സത്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ സത്യം ഉണ്ടാകണം. ശാന്തകുമാരി സത്യം ഉണ്ടാക്കി. ഡ്രൈവർ പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പുതുക്കിയവരൊക്കെ മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ശാന്തകുമാരി നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ വന്നിരിക്കുന്നത് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ്, ഞാൻ ഒറ്റക്കടങ്ങനെ വന്നോളാന്ന് പറയുമ്പോൾ അതിൻ്റെ സത്യമുണ്ട്. ഈ ഭർത്താവും ഭാര്യ വന്ന് ഓഫീസിൽ പറയുകയാണ്, ഒരാൾക്കല്ലേ കയറാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, ഞങ്ങൾക്ക് മക്കളില്ല, അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യണം. അതാണ് സത്യം. ഓഫീസിൽ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടി ചെയ്തോളാൻ പറഞ്ഞു. ഭർത്താവല്ലേ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കണത്. അപ്പോൾ ഭർത്താവ് ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഭാര്യനെ കൊണ്ട് വന്ന് ഉടമ്പടി ചെയ്തേച്ച് മാതാവിൻ്റെ കൈ കൊണ്ട് മാതാവിനെ ഇങ്ങനെ ജെരോളയെ തൊട്ടപ്പോൾ പെട്ടെന്ന് കറണ്ട് അടിക്കണ പോലെ ഷോക്കടിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്ന് പറയണ, എടി ഇത് വേറെ സ്ഥലമാണ്, ഇത് വല്ലാത്ത അനുഭവമായിപ്പോയി, ദൈവം നമ്മൾ അനുഗ്രഹിച്ച് എന്ന് പറഞ്ഞു. ആ മാസം അവൾ പ്രഗ്നൻ്റ് ആവും. ഇതാണ് ആ മാസം പ്രഗ്നൻ്റ് ആകുകയാണ്. അവർ കുഞ്ഞിനെ കൊണ്ടാണ് വന്നിരിക്കണേ. ഈ സന്നിധാനം എന്ന് പറയുന്നത് സന്നിധാനമാണത്. നമ്മുടെ വിഷയം എന്താണ്? നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം, എൻ്റെ സാക്ഷ്യം കൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ സഭയെ സഹായിക്കണമേ. അതല്ലേ പ്രാർത്ഥന? അതല്ലേ സത്യം? അല്ല എൻ്റെ സാക്ഷ്യം കൊണ്ട് ആൾക്കാരെന്താ പറയണത്? ഞാൻ സാക്ഷ്യം പറയണം, അപ്പം നാട്ടുകാർ കേൾക്കത്തില്ലേ, അയൽവാസികൾ കേട്ടില്ലേ, എന്നെ കളിയാക്കത്തില്ലേ എന്നാ പറയണത്. അത് സത്യമല്ല. അവരുടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങളെ ഒത്തിരി പേര് സാക്ഷ്യം പറയാതെ തലയെ തുണിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉടമ്പടി വെച്ച് അടിച്ചു മാറ്റിയിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ തലവെട്ടി കളയും ദൈവം. എന്താ കാര്യം? നിങ്ങൾ ഹിപ്പോക്രാറ്റുകളാണ്, കാപട്യമുള്ളവരാണ്. ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ. ഇനിയുണ്ട് ദിവസങ്ങൾ. ഇനി നിനക്ക് പ്രശ്നം വന്നാൽ പഴയതുപോലെ ഭാര്യനെ കൊണ്ട് ഉടമ്പടിക്കുകയോ ഭാര്യയോട് ഉടമ്പടിത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയാൻ മുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങാൻ പറ്റത്തില്ല. മുങ്ങിയവൾ ആരായാലും പൊങ്ങാതെ നിവർത്തിയില്ല. എന്താ കാര്യം? സത്യത്തിൻ്റെ സന്നിധാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഈശ്വരാരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശ്വരാരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന. വാഗ്ദാനം പീഡകമേ, സ്വർഗീയ മന്മഥനേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് സയൻസ് മനുഷ്യൻ്റെ ബുദ്ധിയെ അന്വേഷിക്കുന്ന, ഉടമ്പടി ദൈവത്തിൻ്റെ ശക്തിയെ അന്വേഷിക്കുന്ന? നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അയാളുടെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ വെളുപ്പിനെ ഇട്ടിട്ടുണ്ട് സാക്ഷ്യം. അദ്ദേഹം ഒരു കൊതമംഗലംകാരനാണ്, കൊതമംഗലം ഇടവക തന്നെ ഉള്ള ആളാണ്. അതിന് സാക്ഷ്യം ഇതാണ്, കടങ്ങൾ ഭയങ്കരമായി. അപ്പോൾ അവർ ആരോ വിളിച്ചു പറഞ്ഞു, ഞങ്ങളിന്ന് വൈകുന്നേരം എല്ലാവരും കൂടി നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കടക്കാർ പറയാൻ നമുക്കറിയാമല്ലോ, അവർ വന്നിട്ട് തോന്നിവാസം പറയും. അപ്പം മാന്യന്മാരായിട്ട് പൊറുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾ ചോദിക്കും അവരെന്തിനാ വന്ന് പറയുമ്പോൾ നമ്മുടെ ഇടം നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്, അഭിമാനം പോകും. അപ്പോൾ ഇയാൾക്ക് ടെൻഷനാണ്. ഇയാൾ കാക്കനാട് ജോലി ചെയ്യാണ്. കാക്കനാട് ജോലി ചെയ്യുന്ന ആൾ, അയാൾക്ക് ടെൻഷൻ കാരണം അയാൾ ഹാഫ് ലീവ് കഴിഞ്ഞപ്പോൾ ചുമ്മാ റിസൈൻ ചെയ്യല്ല, ഒപ്പിട്ടിട്ട് പോകുന്നു. പക്ഷേ എന്ന് പറയുന്നത് ഞാൻ ഒപ്പിട്ട് കമ്പനിയുടെ പുറത്തിറങ്ങി. തുച്ഛമായ ചെറിയ കമ്പനിയാണ്.
എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പേടിച്ചിട്ട്. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ തെക്ക് വടക്ക് നടക്കുകയാണ്. ഇവിടെ വെറുതെ ഒപ്പിട്ടാണ്. അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞ കാരണം, കമ്പനി ഇരുന്ന് മനസ്സമാധാനം ജോലി ചെയ്യാൻ പറ്റാഞ്ഞ കാരണം ഞാൻ ഒപ്പിട്ട് ലീവ് എടുത്ത് ഹാഫ് ലീവ് എടുത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇവിടെ പോകാനാ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പം എനിക്ക് തോന്നി ആലപ്പുഴക്ക് പോകാം, അമ്മയടുത്ത് പോയിരിക്കാമെന്ന്. കണ്ടാ, ഇവിടെ വന്ന് ആ മനുഷ്യൻ ഇരുന്ന് സന്ധ്യ വരെ വെറുതെ ഇരുന്നിട്ട് കണ്ണീരോടെ കാര്യം പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ സന്ധ്യ ആയപ്പോൾ ഇവിടുന്ന് പോയി. അയാൾ പറഞ്ഞു, ഞാൻ കോതമംഗലമൊക്കെ എത്തിയപ്പോൾ 11:15 രാത്രി. പക്ഷേ എനിക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടി. ഞാൻ ആ സമയത്ത് തന്നെ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച് അവനെ വിളിക്കാൻ. ഞാനൊന്ന് രാത്രി ചെന്ന ഉടനെ അവനെ വിളിച്ചു. അവൻ വരുമെന്ന് ഓർത്തൊരു പേടിച്ചിട്ടാണ് ഈ മനുഷ്യൻ ജില്ല വിട്ട് പോന്നിരിക്കുന്നതാണ്. അവൻ തിരിച്ച് ചെല്ലുമ്പോൾ ഇരട്ടി ധൈര്യത്തോടെ ചെന്നിരിക്കുക. അവനെ തിരിച്ച് വിളിച്ച്, ചേട്ടാ ഇതാണ് എൻ്റെ അവസ്ഥ. ഉടനെ അയാൾ കൂളായിട്ട് പറയുകയാണ്, അതിനെന്താ നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തന്നാൽ മതിയൊന്നു. പിന്നെ നടക്കുന്ന സംഭവം അതിനേക്കാൾ സംഭവമാണ്. പിന്നെ എന്താ നടക്കണത്? പെണ്ണിൻ്റെ അപ്പം വിളിച്ചു ചോദിച്ചു, പറഞ്ഞ്, എനിക്ക് വയസ്സല്ലേ, ഞാൻ കട നടത്തുകയാണ്, നീ അവിടെ കടയിൽ വന്ന് നിൽക്ക്, നിനക്കിപ്പോൾ അവിടുത്തെ പണി ചെറിയ പണിയല്ലേ, അതിനെക്കൂടെ ശമ്പളം കിട്ടി കടയിൽ വന്ന് നിൽക്കുക. ആ കടയിൽ പോയി നിന്ന് കട കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 മാസം കടയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ചോദിക്കണേ, നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് പോയപ്പോഴെന്താണ്, ഒരു വീട് സ്ഥലവും അപ്പം വിലക്കെടുത്ത് അവൻ്റെ പേരിൽ കൊടുത്തത്. എത്ര പെട്ടെന്നാണ് ഫയൽ ഒപ്പിട്ട് മാറാമെന്നറിയാമോ? അത്രയും സ്പീഡായി സംഭവം. ഒരു മനുഷ്യൻ പേടിച്ച് ജീവിതത്തിൽ നിന്ന് ഓടിയവൻ തിരിച്ചാവശ്യത്തോടെ കണ്ണുനീരോടെയാണ് അവർ വിതക്കാൻ പോയത്. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്നീ നാഥനല്ലേ ഈശോ. തളർന്ന താങ്ങി എന്നെ ഓരിക്കും സ്നേഹരാജനല്ലേ ഈശോ. കരഞ്ഞ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്നീ നാഥനല്ലേ ഈശോ. ഈ കണ്ണീരെന്ന് പറയുമ്പോൾ അതിന് തന്നെ ഒരു ബലമാണ്. ശരിക്കും കണ്ണീര് ഉടമ്പടിയുമൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. കണ്ണീരിൽ നിന്നാണ് ഈ ഉടമ്പടി ഉണ്ടാകണത്. ശരിക്കും സങ്കീർത്തനം 119, 154 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. സങ്കീർത്തനം 119, 153 എടുത്തേ. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ അങ്ങയുടെ നിയമം ഞാൻ മറക്കുന്നില്ല. ഇപ്പം സഹനവും നിയമവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി. അതാ സങ്കീർത്തനം 119, 153 എന്താ പറയണത്? എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നു. അപ്പൊ നിയമം എന്ന് പറയുന്നത് വാഗ്ദാനം, അതുപോലെ വാഗ്ദാനം, നിയോഗം, അതുപോലെ തന്നെ നിയമം എന്ന് പറയുന്നത് നമ്മൾ നിറവേറ്റാനുള്ള ജീവിതം. അപ്പോൾ ഈ നിയമവും അത് പറയുന്ന കവനൻറ്റും ഉടമ്പടിയും നമ്മുടെ സഹനവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്ന ദൈവം. നിങ്ങൾക്ക് സഹനമുണ്ടോ, ഓൾറെഡി നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. കണ്ണീരിന് നമുക്ക് ചെയ്യാനുള്ള മറുപടി എന്താണ്? കവനൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. ഒന്ന് വായിച്ച് 53, 54 വായിച്ച്. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. അപ്പോൾ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ദൈവത്തിന് ഉള്ള ഒരു അവസരമായിട്ടാണ് നമ്മുടെ കണ്ണീര് കാലം വരണത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മകനാണ് നമ്മളല്ലേ, ദൈവത്തിൻ്റെ മകളാണ്. അപ്പം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഉത്തരവാദിത്വമുണ്ട്.
അതുകൊണ്ട് നമ്മളിങ്ങനെ സഹിച്ച് കണ്ണീരിട്ട് ജീവിക്കുന്നത് ദൈവഹിതമല്ല. അപ്പോൾ നിൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഉടനെ കർത്താവിൻ്റെ അകത്ത് ഇടപെടും, നിനക്ക് വേണ്ടി വാദിക്കും. അതാണ് ജോബ് പറയണത്. ജോബ് എടുത്തേ 16, 20, 21. സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരന്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ. കണ്ണീര് മതി നമുക്ക് വേണ്ടി ദൈവതിരുസന്നിധിയിൽ ന്യായവാദം നടത്താൻ. അതാണ് അപ്പോൾ ആ കോതമംഗലത്തെ മനുഷ്യൻ സംഭവിച്ചത്. അതാണ് അയാളുടെ അവസ്ഥ സത്യസന്ധമായിരുന്നു. അയാളുടെ അഭ്യാസം കാണിക്കാനും ആഡംബരം കാണിക്കാനും അല്ല, ഒന്ന് പിഴച്ചു പോകാൻ വേണ്ടി ഈ ഭൂമിയിൽ. അതിനുവേണ്ടി വേറെ ഒരിടത്തും പോയില്ല. അയാളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ അയാൾ വന്ന് കണ്ണീരിടുകയാണ്. കണ്ണീര്, സത്യത്തിൻ്റെ കണ്ണീര് അയാൾക്ക് വേണ്ടി വാദിക്കുകയാണ്. ദൈവം ആ വിഷയം ഏറ്റെടുക്കുകയാണ് ചെയ്യണത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സഹനം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മെരിറ്റാണ്. നമ്മുടെ സഹനമില്ലേ, നിങ്ങളുടെ എന്ത് സഹനമായിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോ സഹനമാണല്ലോ. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ സഹനം, തോൽവിയുടെ സഹനം, കച്ചവടക്കാർക്ക് നഷ്ടത്തിൻ്റെ സഹനം, കല്യാണം കഴിച്ചവർക്ക് ഭർത്താവിൻ്റെ ഭാര്യയോട് മാനസികമായി ഉണ്ടാക്കുന്ന ഞെരുക്കത്തിൻ്റെ സഹനം, ഓരോരുത്തർക്കും ഓരോരോ സഹനമാണ്. ഈ സഹനമാണ് നമ്മുടെ മെരിട്ടെന്ന് പറയുന്നത്. ഉടമ്പടിയുടെ മെരിട്ടെന്ന് പറയുന്നത് എന്താണ്? അതെന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടല്ല, അത് നെഗറ്റീവാണ്. നിനക്ക് ഉടമ്പടി എടുക്കാൻ യോഗ്യത ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിനക്ക് സഹനം ഉണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെന്ന് പറയും. സഹനമാണ് നമ്മുടെ യോഗ്യത എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാണ് സത്യം, ഇവിടെ എപ്പോഴും പാവപ്പെട്ടവരുണ്ടായിരിക്കും. ഈശോ സിസ്റ്റത്തെക്കുറിച്ച് ഈശോയോട് സംസാരിച്ചപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? പാവങ്ങൾ, ഇസങ്ങൾ മാറാം, ഭരണങ്ങൾ മാറാം, പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അവരുടെ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 26:11. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. അത് നിത്യതയെക്കുറിച്ച് ഈശോ പറയുമ്പോഴാണ് പറയണത്. പക്ഷേ ഈശോ അവസാനം പറയുന്നുണ്ട്, ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അതാണ് ഈ കോണ്ടസ്റ്റിൽ നമ്മൾ ലൂപ്പ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സ്വർഗസ്ഥയിലേക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് പറയും, ഞാൻ അരൂപിയിലെ ഐ വിൽ ബി വിത്ത് യു, അന്ത്യകാലം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ കൂടെ ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാകാത്ത അനുഭവത്തിനാണ് കമ്മ്യൂണിക്കേഷൻ കർട്ടയിൽ എന്ന് പറയുന്നത്. കൂടെ ഉണ്ട്, പക്ഷെ വി ഡോണ്ട് ഫീൽ ഇറ്റ്. ഇത് ഒരു ആധ്യാത്മിക ദുരന്തമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്, അവസാന ശ്വാസം വരെയും ഭൂമിയുടെ ലോകത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പൊ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ വി ഡോണ്ട് ഫീൽ ഇറ്റ്. നോക്കിയേ, ഇപ്പോൾ സൂര്യനുണ്ട്, സൂര്യന് ചൂടുണ്ട്, പക്ഷെ നമ്മളത് ഫീൽ ചെയ്യുന്നില്ല. എന്താ കാര്യം? മോളിൽ റൂഫുള്ളത് കൊണ്ട് അല്ലേ? ഇതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായില്ല, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. സങ്കടത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സങ്കടകാലത്തിന് അതാണ് ആ സമയം എന്ന് പറയണത്. ഈശോ 16:4 പറഞ്ഞില്ലേ, ആ സമയം വരുമ്പോൾ, ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന്. ആ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എപ്പോഴും ബിവെയർ ഓഫ് ദാറ്റ് ടൈം. ഒരു സമയം എപ്പോഴായാലും നമ്മുടെ മുമ്പിൽ വരും, പ്രത്യക്ഷപ്പെടും. ദുഃഖത്തിൻ്റെ, ദൈവത്തെ പോലും ഫീൽ ചെയ്യാത്ത, പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത ഒരു ടൈം. ആ ടൈം വരുമ്പോൾ പിന്നെ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ? എന്താ ചെയ്യാൻ പറ്റണത്? ആ സമയം വരുമ്പോൾ ഞാനിത് പറഞ്ഞിരുന്നുവെന്ന്, അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രസൻറ്റ് ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കട്ടയിലായി
കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ, പിന്നെ ഉള്ള എമർജൻസി ആയിട്ടുള്ള നടപടി എന്താണ്? പണ്ട് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കണം. അതിനാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇത് നേരത്തെ കർത്താവ് ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കട്ടലായി കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഫീൽ നമുക്കുണ്ടാകുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ, നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മൾ അരമണിക്കൂർ വായിക്കും. ഉടമ്പടി നമ്മൾ അരമണിക്കൂർ വചനം വായിക്കണില്ലേ? അതാണ് സംഭവം. ഇതാ കമ്മ്യൂണിക്കേഷൻ എങ്ങാനും കട്ടായി ചെയ്താൽ കട്ട് ആകാതിരിക്കാൻ വേണ്ടി നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മളെന്ത് ചെയ്യും? അത് നമ്മൾ അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യും. ഇവിടെയാണ് ഈ പത്രം കൊടുപ്പൊക്കെ വരണത്. ഇവിടെയാണ് നമ്മുടെ ആതുര സേവനങ്ങൾ വരണത്. എന്താണ്? നേരത്തെ അവൻ പറഞ്ഞതാണ്. ഇപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് അവൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ചെയ്യാണ്. അതാണ് കവനൻ്റ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളുടെ കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരമേ എന്നെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാരമേ എന്നെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിൽക്കും. എന്നെ അവൻ കയറ്റി നിൽക്കും. അപ്പോൾ ഈ ക്ലേശകാലം എന്ന് പറയണത് യോഹന്നാൻ 16:4 ആ സമയമാണ്. ഈ സമയത്താണ് കമ്മ്യൂണിക്കേഷൻ കട്ടലായി പോണത്. അതിനെക്കുറിച്ചാണ് ലൂക്ക 8:7 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതിൻ്റെ തർജ്ജിമ എന്താണ്? ലൂക്ക 8:14. ലൂക്ക 8:14. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. ഉടമ്പടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഉടമ്പടിയിൽ നമ്മൾ ചില ആൾക്കാരല്ലേ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ട് മഴയും കൊള്ളാതെ വെയിലും കൊള്ളാതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവരൊന്ന് കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലേശകാലത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ക്ലേശകാലത്താണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈ ക്ലേശകാലത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ കട്ടായി കിടക്കുകയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ മാർഗമുള്ളത്? നേരത്തെ പറഞ്ഞ വചനം അനുസരിച്ച് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ക്ലേശത്തിൻ്റെ കണ്ട 8:14 വായിച്ച്, ലൂക്ക 8:14 വായിച്ച്. മുള്ളുകളുടെ ഇടയിൽ വീണത് മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ. ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ജീവിത ക്ലേശങ്ങൾ ഫലം തരാതെ പോകാം. കാര്യം എപ്പോഴും ക്ലേശത്തെക്കുറിച്ചല്ലേ ആൾക്കാർ. ഉടമ്പടി എടുത്താലും ചില ആൾക്കാർ നാളത്തേക്ക് എത്തിക്കാം, മറ്റന്നാളത്തേക്ക് എത്തിക്കാം, വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കണ. എന്തിൻ്റെ കാര്യം? അവർക്ക് ശരീരത്തിൽ വേദനയും ക്ലേശങ്ങളൊക്കെ ഉണ്ട്. ചില ബുദ്ധിയുള്ളൊരു ആത്മീയ ബുദ്ധി എന്ന് പറയും, സ്പിരിച്വൽ ഇൻ്റലക്റ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ പറയും, ഇപ്പോൾ ചില പറയും, അച്ഛാ എനിക്ക് രാവിലെ ബാത്റൂമിൽ നോക്കിയപ്പോൾ ഭയങ്കര ബ്ലഡാണ്, എനിക്ക് ബ്ലീഡിങ്ങാണ്. അപ്പം ഞാൻ വിചാരിച്ച്, എനിക്ക് പനിയും കയറുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ഇന്ന് റെസ്റ്റ് എടുക്കാം, ഈ അവസ്ഥയിൽ എങ്ങനെ പള്ളിയിൽ പോവും. പിന്നെ ഞാൻ വിചാരിച്ചു
ഈ അവസ്ഥയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എൻ്റെ കർത്താവിനെ ഞാൻ പുറത്ത് നിന്നാലും കണ്ടിട്ട് പോരും. അപ്പം ബ്ലീഡിങ് തീരും. ആ സെക്കൻഡിന് നിങ്ങൾക്കറിയാവില്ല, ദൈവാനുഭവം എന്ന് പറഞ്ഞ ഒരു തീരുമാനമാണ്. ചില ആൾക്കാർ ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ അത് വെച്ച് ദൈവത്തിൽ നിന്ന് അകലാൻ വേണ്ടിയാണ് ജഡിക മനുഷ്യൻ ചിന്തിക്കത്തുള്ളൂ. ആധ്യാത്മിക മനുഷ്യൻ അത് വെച്ച് ദൈവത്തിലേക്ക് അടുക്കാൻ നോക്കും. എനിക്ക് ക്ലേശമുണ്ട്. ഇപ്പം ഇന്നലെ പറയണേ, ഞാൻ 14 പത്രം കൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ 14 ആൾക്കാരത്ത് നീട്ടിയിട്ടും 14 പേരും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാ പറ്റിയെന്നറിയോ? ഞാൻ പുറത്ത് വരുമ്പോൾ കയ്യാലപ്പുറത്തൊരു പത്രം മഴയും കൊണ്ടിരിപ്പുണ്ടത്. ഞാൻ 14 പത്രം റിജക്റ്റ് ചെയ്ത സ്ഥലത്ത് ഞാൻ ആ പത്രം കൂടി എടുത്തിട്ട് 2 കിലോമീറ്റർ വീണ്ടും നടന്ന് ഓട്ടോറിക്ഷ അവരെ പോയി എല്ലാവർക്കും കൊടുത്തെന്ന് പറഞ്ഞു. ഇതാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയണത്. ആധ്യാത്മിക ബുദ്ധിയുള്ളവരെ. ആധ്യാത്മിക ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടെങ്കിലേ, അതാണ് ഈശോ പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവെന്ന് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡോർമെൻ്റ് ആണെങ്കിലും അത് അവിടെ ഉണ്ടാവും, നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യണത് നമ്മുടെ വിശ്വാസത്തിൻ്റെ എബിലിറ്റി അനുസരിച്ചേ ഉള്ളൂ. ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ തകർന്നാലും തരിപ്പണമായാലും പിന്നെയും ദൈവത്തെ പ്രതി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ദൈവം സത്യമായത് കാരണം അത് പെട്ടെന്ന് സമയബന്ധിതമായിട്ട് ആ വിഷയത്തിന് ഇടപാടുണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം പേയ്മെൻറ്റ് സീറ്റുകളാണ്. സ്വർഗം പോലും പേയ്മെൻറ്റ് സീറ്റാണ്. സ്വർഗം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കർത്താവിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്ന സാഹചര്യം. ആ ചില്ലറ പേയ്മെൻ്റ് ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗം നല്ല വിലയുള്ളതാണ്. നമ്മളെ വിശ്വാസികളുടെയും രക്തസാക്ഷികളുടെയും ജീവിത വിശുദ്ധിക്ക് വേണ്ടി ജീവൻ പണയപ്പെട്ട ധർമ്മരക്തസാക്ഷികളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബൈബിളിൻ്റെ സ്വർഗം എന്തുമാത്രം വിലയുള്ളതാണ്. ഒരു വിഷയം എന്തുമാത്രം വിലയുള്ളതാണ്. ബൈബിൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സ്വർഗത്തിന് കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, യേശുവിൻ്റെ ജീവൻ്റെ വിലയാണ്, അവൻ്റെ സഹനത്തിൻ്റെ വിലയാണ്. ആ വില കൊടുക്കാൻ വേണ്ടി സത്യസന്ധത ആര് കാണിച്ചാൽ സമയബന്ധിതമായി നിന്റെ ഉടമ്പടിയുടെ മേൽ ദൈവം ഇറങ്ങി വന്ന് തീരുമാനം എടുത്തിരിക്കും. ശ്വാസം പ്രഖ്യാപിച്ച് ആരാധനയോടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. ഇത് ഉടമ്പടിയുടെ ഒരു ആക്ച്വലായിട്ടുള്ള ഒരു നിലപാട് തറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കാൻ ഒരവസ്ഥ വന്നാൽ ദൈവത്തിൽ, അതാണ് ശാന്തകുമാരിക്ക് സംഭവിക്കുന്നത്. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവരുടെ ആശ്രയം സത്യമായത് കൊണ്ടാണ് സിൽവഗിരയിൽ ആ പ്രകാശം ആളുടെ മുമ്പിലൂടെ 4 പ്രാവശ്യം കടന്നു പോകുന്നത്. ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്ന് ഒരു മനുഷ്യൻ ഇവിടെ കാർ ഓടിച്ച് ഒറ്റയ്ക്ക് വന്ന്, അത് ഉടമ്പടി സാക്ഷ്യം പറയാൻ വന്നാണ്. സാക്ഷിയാൾ എന്താ പറഞ്ഞെന്നറിയാവോ? കേരളം ആധ്യാത്മികമായ ഒരു പരീക്ഷണശാലയാണ്. ഈ കാലത്ത് ലോകത്തിൻ്റെ ആധ്യാത്മികതയെ ഇവിടുന്നാണ് ദൈവം നിയന്ത്രിച്ചുകൊണ്ടിരിക്കണമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നിശ്ചയ ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ സാറാമ്മ എന്ന മോള് ചേച്ചി സാക്ഷ്യം പറഞ്ഞു. സാറാമ്മയുടെ സാക്ഷ്യം എന്ന് പറയണത്, സാറാമ്മയ്ക്ക് ഇവിടെ വരണം, പക്ഷെ വരാൻ പിള്ളേർ കൊണ്ടുപോകത്തില്ല. പക്ഷേ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
നടക്കണ കാലത്ത് ഇവിടെ കാതിലൊരു വണ്ട് കയറും. ആ വണ്ട് അകത്തിരുന്ന് മൂളക്കുകയാണ്. അപ്പോൾ ഇവരെന്നാ ചെയ്യുന്നത്? ഇവർ ചാഞ്ഞ് കിടന്നുകൊണ്ട് വണ്ടിനെ കൊല്ലാൻ വേണ്ടി തലേണിയൊക്കെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി കാരണത്ത് തലേണി വെക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവർ ആ സമയത്ത് തന്നെ സാക്ഷ്യം ഇവിടുത്തെ ധ്യാനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു വണ്ട് ഒരു സഹോദരി ഉള്ളിലോട്ട് കയറി പോകുന്നു, പേടിക്കണ്ട, അത് മഹാസ്വരത്തോടെ ഇപ്പോൾ പുറത്താകുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹെലികോപ്റ്റർ വീഴുന്ന പോലെ ഇവിടെ ചെവിയിൽ നിന്ന് സാധനം തെറിച്ചു പോയി. അപ്പോഴും സാത്താൻ അവിടെ പ്രവർത്തിച്ച് മകളോട് പറഞ്ഞു, മകൾ പറഞ്ഞത് ഇല്യൂഷനാണെന്ന്. പണ്ട് നമ്മൾ പ്രാർത്ഥിക്കണ കാലത്ത് നമ്മുടെ അമ്മമാർ നമ്മളെ കുഞ്ഞിത്തലേണി കിടത്തിയിട്ട് അമ്മമാർ ചുണ്ടിലൊരു കുറിച്ചിടും, ചെവിയിൽ കുറിച്ചിട്ട് പറയും, കർത്താവേ കണ്ണിൽ കുറിച്ചിടും. നമ്മുടെ എന്താണ്? ആകാത്ത കാഴ്ച കാണാതിരിക്കാൻ, ആകാത്തത് കേൾക്കാതിരിക്കാൻ ചെവിയിലും കണ്ണിനെയും ബന്ധിക്കണമെന്നാണ്. ഇപ്പോൾ ആരും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് ചെയ്യണില്ല. നമ്മൾ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വിശ്വസ്തത നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? അവിടുത്തെ വിശ്വസ്തരെ സ്നേഹത്തിൽ വായിച്ചേ, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. വിശ്വസ്തരായി. ഇപ്പം പലരും നമ്മളെ പറഞ്ഞ് പറ്റിച്ചു, വഞ്ചിച്ചു. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ദൈവത്തോട് വിശ്വസ്തയോടെ മുന്നോട്ട് പോകും. വിശ്വസ്തർക്ക് എന്ത് പറ്റുമെന്നാണ് ഞാൻ 3:9 പറയണത്. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ സ്നേഹത്തിൽ വസിക്കുവാൻ, അങ്ങയുടെ വചനങ്ങളോടും ഉടമ്പടിയോടും വിശ്വസ്തത പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ആസ്തി, നിങ്ങളുടെ ഭക്തിയോടെ, വിശ്വാസത്തോടെ, ദൈവസ്നേഹത്തോടെ ഈ ആരാധന പങ്കെടുത്തത് തന്നെയാണ്. കർത്താവ് ഈ സമയമെല്ലാം വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെ വചനങ്ങളെല്ലാം വീണ്ടും കേൾക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ വചനം കേൾക്കുകയും അത് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് എല്ലാവർക്കും ബൈബിളിൻ്റെ സന്ദേശം നമ്മൾ ഒരു ഹോംവർക്ക് പോലെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണം. ഒത്തിരി തീഷ്ണതയോടെയാണ് ജനം ഇന്ന് സുവിശേഷ വേല ചെയ്യണത്. മറ്റാരെക്കൊണ്ടും ചെയ്യിക്കരുത്. സ്വന്തമായിട്ട് ചെയ്യാനുള്ള തീഷ്ണത വേണം. ചെയ്താലും മടുപ്പ് തോന്നാത്ത അത്രയും കർത്താവിന് വേണ്ടി വേല ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം എപ്പോഴാലും രാത്രി വരും. വേല ചെയ്യാൻ പറ്റാത്ത രാത്രി കാലത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിനക്ക് ആരോഗ്യമുണ്ടോ, ചെയ്യാനുള്ള അവസരമുണ്ടോ, ചെയ്യാനുള്ള മനസ്സുണ്ടോ, നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് കർത്താവിനോട് റെമ്യൂണറേഷൻ ചോദിക്കരുത്. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സ്വരുക്കൂട്ടലാണ്. നിൻ്റെ കാര്യങ്ങളുടെ മേലെ ദൈവ തീരുമാനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നീ ആഗ്രഹിക്കുന്നതിനേക്കാളും കർത്താവിന് നിന്നെ സഹായിക്കാൻ സന്മനസ്സും സ്നേഹവും നിന്നോടുണ്ട്. ആ സ്നേഹത്തെ നീ തിരിച്ചറിയണത് ഉടമ്പടി സത്യസന്ധമായി നീ നിറവേറ്റുന്ന നിമിഷങ്ങളിലാണ്.
പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഉടമ്പടി അങ്ങയോടുള്ള സ്നേഹത്താൽ സത്യസന്ധമായി നിറവേറ്റുവാൻ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ അതുപോലെ തന്നെ ഉപയോഗി പ്രവർത്തനങ്ങളെ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ ശക്തീകരിക്കണമേ. ഉടമ്പടിയുടെ ഉള്ളവരെ ജീവിത ക്ലേശങ്ങളിലെ നിലനിൽക്കുന്നവരെ മനസ്സിടിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുള്ളവരെ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങ് നവീകരിക്കണമേ. വിശ്വാസം നവീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ദൈവസ്നേഹത്താൽ ആത്മവിശ്വാസവും ആത്മശക്തിയും തടയിക്കൊണ്ട് സുവിശേഷത്തിന്റെ പോരാട്ടം നടത്തുവാൻ അവരെ അനുഗ്രഹിക്കണമേ. ശ്രുതികടെ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. സത്യത്തിൻ്റെ സന്നിധാനത്തിലെ വിശ്വാസത്തെ സത്യമായി ആചരിച്ചും അനുഷ്ഠിച്ചും കൊണ്ട് സത്യത്തിൻ്റെ കൈകളോടുകൂടിയും അധരങ്ങളോടുകൂടിയാണ് നമ്മൾ ഉടമ്പടിക്കാലം കഴിഞ്ഞു പോകുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സത്യമായി നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപയെ ആവശ്യിക്കുകയും നിങ്ങൾ ഈ ദിവസങ്ങളിലെ ഈ ധ്യാനം എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം കേൾക്കുന്നുവോ അവരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും അനുഗ്രഹിച്ചതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ദൃശ്യമായി തീരുകയും ചെയ്യാൻ പരിശുദ്ധ ദേവമാതാവിനോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന. ഈശോ വിവിധ സമയങ്ങളിൽ ഈ മരിയനോട് ദേവമാതാവിനോടൊപ്പം ഈശോയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള അസ്ഥികൾ, പേശികൾ, കോശങ്ങൾ, ആന്തരിക അവയവങ്ങൾ, ത്വക്കുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ സമയങ്ങളെല്ലാം നിങ്ങൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുന്ന സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. ശ്രീയുടെ കർത്താവേ, 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 ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിയുടെ ചൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ വിശുദ്ധ രക്തം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മേലെ, എപ്പോഴവർ ധ്യാനം കേട്ടാലും, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ മേലെ എപ്പോഴവർ ധ്യാനം കേട്ടാലും കർത്താവിൻ്റെ വിശുദ്ധ രക്തം മഴ പോലെ കൊയ്യട്ടെ. മനുഷ്യ സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ മനുഷ്യന് കൈകാര്യം ചെയ്യാനോ പറ്റാത്ത ജീവിത ദുർഘടങ്ങളിലെ ജീവിത ക്ലേശങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്നവര് അവരുടെ മേൽ കർത്താവിന്റെ രക്തം തളിക്കട്ടെ. യേശുവിന്റെ നാമം തളിക്കട്ടെ. അപ്പാ പിതാവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. മാർഗരോഗങ്ങള്, തീരാവേദികള്, മസ്തിഷ്ക രോഗങ്ങള്, മനസ്സിന്റെ രോഗങ്ങള്, മസിന്റെ രോഗങ്ങള്, പേശി രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, ഞരമ്പിന്റെ രോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ആന്തരിക അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് പിച്ചിര രോഗങ്ങള്, പിസിയോടി രോഗങ്ങള്, അർച്ചത രോഗങ്ങള്, കരളിന്റെ രോഗങ്ങള്, ഗർഭാശയത്തിന്റെ രോഗങ്ങള്, കുളന്റെ രോഗങ്ങള്, കുടലിലെ പുണ്ണുകള്, ഹൃദയത്തിന്റെ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില്
മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ, എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഭൗതികമായ മേഖലകളാണ്. ഇപ്പോഴും റിസൾട്ട് റീവാലുവേഷൻ കൊടുത്തിട്ട് വേദനയോടെ റിസൾട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ആശീർവാദം വാങ്ങിച്ചു പോയിരിക്കുന്നവരുണ്ട്. അവരെ മാതാവിന്റെ മധ്യസ്ഥയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. മെയ് മാസം മുഴുവൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി പുതുക്കി നിലനിൽക്കുന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോഴേ അൾത്താരയിൽ ഓർക്കുന്ന ഈ മാസം പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട്. ഈ ആഴ്ചയിൽ നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട്. ജപ്തി നടപടിക്ക് വന്നവര്, ഓപ്പറേഷൻ നിശ്ചയിച്ചവര്, ഡിയാൻസിയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുന്നവര്, പ്രസവമുള്ളവർ, പ്രസവത്തിന് ഓപ്പറേഷൻ ഉള്ളവര്, കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ പേര് ധർമ്മസങ്കടം അനുഭവിക്കുന്ന അമ്മമാര്, എല്ലാവരും സമർപ്പിക്കുന്ന സമയമാണ്. കൃപാസന അമ്മ ദേവമാതാവ് സമയഘടികാരം ചാർത്തി നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യരാശിയുടെ ആവശ്യപ്പെട്ട വിശുദ്ധമായ അൾത്താരയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ അടയാളങ്ങൾ എപ്പോഴും കണ്ണീരിടുന്ന മക്കള്, കണ്ണുനീര് ഉടമ്പടിയുടെ അവകാശമാണെങ്കിൽ, കണ്ണീര് ഉടമ്പടിയുടെ ആധാരമാണെങ്കിൽ, കണ്ണീര് ഉടമ്പടിയുടെ യോഗ്യതയാണെങ്കിൽ, ഇപ്പോഴ് ഉടമ്പടി ദൈവമായ ഉടമ്പടി അമ്മയുടെ മധ്യത്തിൽ ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി അവരുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കരുണയുടെ യോഗ്യതയാൽ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആർക്കെല്ലാം വേണ്ടിയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവര്? വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവെ ജയിലിൽ കിടക്കുന്നവര്, കർത്താവ് കേസ് അകപ്പെട്ടിരിക്കുന്നവര്, കേസിൽ നല്ല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നവര്, വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകാതിരിക്കുന്നവര്, നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവര്, നാട്ടു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം ഇല്ലാത്തവര്, ഭർത്താവിൻ്റെ ഭാര്യയുടെ അവിശ്വസ്ത കാരണം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവര്, മക്കളെ കുരുത്തക്കേടായിട്ട് ജീവിക്കുന്നവര്, അന്യബന്ധങ്ങളെ പോയിട്ട് കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്നവര്, എല്ലാവരും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ആരാധന ദൈവപിതാവേ, നന്ദി ദൈവപിതാവേ, ആരാധന. അങ്ങയുടെ നാമം ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി പരിശുദ്ധമ്മ മധ്യസ്ഥം വഹിക്കാൻ പോകുന്ന വിഷയങ്ങളെ
സാമ്പത്തിക കടങ്ങൾ, ജോലിയില്ലാത്തവർ, വീട്ടുമൃഗങ്ങളെ വളർത്തിക്കൊണ്ട് വരുമാനമാകാതെ കഞ്ഞിവെച്ച് പോകുന്നവർ, അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, വ്യാപാര വ്യവസായശാലകൾ നടത്തി അത് പൊട്ടിപ്പോയവർ, അല്ലെങ്കിൽ കടങ്ങളായിപ്പോയവർ, സ്ഥലം വിൽക്കാൻ പോണവർ, ജീവിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പോകുന്നവർ, വിസയുടെ ടെസ്റ്റിനൊക്കെ പോകാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വരുന്നവർ, ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുന്നവർ, അവിടെ യാത്ര സമാധാനവും സുരക്ഷിതമായിരിക്കാൻ, മക്കളില്ലാത്തവർ, കുടുംബത്തിലെല്ലാത്തരം ഒരു തരത്തിലും സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവർ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, മാർത്താമസിക്കാൻ നിവൃത്തിയില്ല, മാർത്താമസിക്കാൻ ഇടമില്ലാതെ വിഷമിക്കുന്നവർ, നേരത്തെ സ്നേഹിച്ചിരുന്നവർ കുടുംബത്തിലുള്ളവർ പോലും തന്നെ വെറുത്തിട്ട് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ, നമ്മുടെ മരണം പോലും ആഗ്രഹിക്കുന്ന ശത്രുക്കൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഞെരുങ്ങുന്നവർ, വേദനപ്പെടുന്നവർ, സ്വന്തം ശരീരത്തിൻ്റെ രോഗങ്ങളും വേദന കൊണ്ട് ഉറക്കമില്ലാത്തവർ, മാസങ്ങളായിട്ട് ഉറക്കമില്ലാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവർ, എല്ലാവരും സാധിച്ചിട്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. അവിടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പതിക്കട്ടെ. അവിടെ കർത്താവിന് വിശുദ്ധം പതിക്കട്ടെ. അല്ലെ കർത്താവിന് വിശുദ്ധം രക്തം പതിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ, തീരാവേദനകൾ തീർന്നു പോകട്ടെ. യേശു നാമത്തിൽ ശ്രദ്ധിക്കട്ടെ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. അർശസ് പോലെ മാംസപിണ്ഡങ്ങൾ താഴേക്ക് ഇറങ്ങുന്നവരുണ്ട്. അവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അർശസ് തന്നെയാകണമെന്നില്ല, വേറെ എന്തെങ്കിലും കഷങ്ങളായാലും ശരീരത്തിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്രാവങ്ങളെയും മാംസകഷ്ണങ്ങളെയും അതിനുള്ള രോഗം അനുഭവിക്കുന്നതിന് കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ സമയമാണ്. രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. മുടി കഴിയുന്നവരെ, അവന് ശരീരത്തിൽ വട്ടം വട്ടം പോലെ വ്രണങ്ങളുള്ളവര്, ശരീരത്തിൽ തലയിലൊക്കെ എല്ലാം വട്ടം വട്ടം രോഗം കൊഴിഞ്ഞു പോകുന്നവര്, ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ നിർദ്ദേശമുണ്ട്. ഉടമ്പടിയെടുക്കുന്നവർ തീരുമാനമെടുക്കണം. നമ്മളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ക്ലേശം ഉണ്ടാകത്തില്ല. വെള്ളം വിടാതിരിക്കുക, അഴുക്കുചാല അടച്ചു കളയുക, പരിസരം മലിനമാക്കുക, അതൊക്കെ ഒരു ദൈവഭയത്തിന് ചേരാത്തതാണ്. മുട്ടിൻ്റെ താഴേക്കുള്ള അസ്ഥിഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. രോഗസൗഖ്യ സന്ദേശം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാപന ആശീർവാദത്തിനെ മുട്ടി നിൽക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിത ക്ലേശങ്ങളുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 6:33 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യം അന്വേഷിച്ചുകൊണ്ട് ദൈവകൃപയും അനുഗ്രഹവും കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത ക്ലേശ കാലഘട്ടങ്ങളിൽ ഈശോയെ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സത്യം ഗ്രഹിക്കുവാൻ, വിശ്വസ്തതയിൽ മുന്നേറിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,